യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മുടെ എവിടെവിടങ്ങളിലൊക്കെ തൻ്റെ ചിറകിൻ്റെ മറവിൽ മറയ്ക്കുകയും തൻ്റെ സ്നേഹത്തെ നമ്മളെ സൂക്ഷിക്കുകയും ചെയ്യുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ ചില യാഥാർത്ഥ്യങ്ങൾ നാം നിലനിൽക്കേണ്ടത് വളരെ ആവശ്യമാണ്. നാം നിലനിൽക്കുന്നില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ യാഥാർത്ഥ്യം തിരിച്ചറിയാൻ കഴിയത്തില്ല. യാഥാർത്ഥ്യം തിരിച്ചറിയാൻ കഴിയത്തില്ലെന്ന് മാത്രമല്ല, യഥാർത്ഥ സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കാനും കഴിയത്തില്ല. നമുക്കറിയാം, യഹൂദന്മാർ ചിലർ കർത്താവിൽ വിശ്വസിച്ചു. ആ വിശ്വസിച്ചവരോട് കർത്താവ് പറഞ്ഞു, സത്യം നിങ്ങൾ അറിയുകയും നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നെങ്കിൽ നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അപ്പോൾ അവരെ കർത്താവിൽ വിശ്വസിച്ചെങ്കിൽ പോലും അവരാ വചനത്തിൽ നിലനിൽക്കേണ്ടത് വളരെ ആവശ്യമാണ്. നിലനിന്നാൽ മാത്രമേ അവർക്ക് സത്യം അറിയാൻ കഴിയുള്ളൂ. നമ്മൾ വിചാരിക്കും വചനം കേട്ടാൽ സത്യം അറിയത്തില്ലേ? സത്യം അറിയുമെന്ന് പറഞ്ഞാൽ സത്യത്തിൻ്റെ ഒരു ഉപരിതലം ഒരു അതിൻ്റെ എന്താ പറയുക, ഉപരിതലത്തിലുള്ള കാര്യം മാത്രമേ അറിയുന്നുള്ളൂ. അതിൻ്റെ യഥാർത്ഥ സത്ത തിരിച്ചറിയാൻ കഴിയത്തില്ല. നമുക്കറിയാം, യേശുക്രിസ്തു ഒരു വ്യക്തിയെ സൗഖ്യമാക്കുമ്പോൾ യേശുക്രിസ്തു സൗഖ്യമാക്കുന്നവരാണെന്ന് അവന് മനസ്സിലായി. പക്ഷേ യേശു കർത്താവ് വന്നത് സൗഖ്യമാക്കാനല്ല എന്നുള്ള കാര്യം അവന് മനസ്സിലായിട്ടില്ല. എന്ന് പറയുന്നത് പോലെ ഒരു വ്യക്തി അതിൻ്റെ യഥാർത്ഥ സത്ത മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. അത് മനസ്സിലാക്കിയാൽ മാത്രമേ അവന് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. ഇപ്പം അവൻ്റെ സൗഖ്യം ലഭിച്ചതുകൊണ്ട് അവന് സൗഖ്യത്തിൽ നിന്ന് അവന് സ്വാതന്ത്ര്യം കിട്ടി. പക്ഷേ യേശു കർത്താവ് ഏത് പർപ്പസിന് വേണ്ടി വന്നോ ആ പർപ്പസിൽ അവന് സ്വാതന്ത്ര്യം കിട്ടുന്നില്ല. ആ സ്വാതന്ത്ര്യം കിട്ടുന്നത് അത് വിശ്വസിക്കാത്തതുകൊണ്ടല്ല, പക്ഷേ അവൻ്റെ വിശ്വാസം ആ ദൈവവചനത്തിൽ നിലനിൽക്കുന്ന തരത്തിലായി തീരാത്തത് കൊണ്ട് അവൻ ആ സ്വാതന്ത്ര്യം അനുഭവിക്കാനായിട്ട് കഴിയത്തില്ല. നമുക്കറിയാം, ഇങ്ങനെ ഈ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റാത്തതിന് പല കാരണങ്ങളുണ്ട്. അതിനകത്ത് കർത്താവ് ആ ഭാഗത്ത് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിനകത്ത് ഞാൻ ഈ പറയുന്നത് 31 വരെയുള്ള വാക്യങ്ങളാണ് ഈ പറയുന്നത്. അപ്പോൾ ആ ഭാഗത്ത് നമ്മൾ നോക്കുമ്പോൾ അവരുടനെ പറഞ്ഞൊരു കാര്യം നമുക്കത് വേണ്ടത് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ മുതലൊന്നാരെങ്കിലും വായിച്ചു. 31. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എന്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരായി സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. കർത്താവ് അവിടെ വളരെ ക്ലിയർ ആയിട്ട് തന്നെ വിശ്വസിച്ച യഹൂദന്മാരോട്, കർത്താവിന്റെ വചന ശുശ്രൂഷ കേട്ടവരാണ് നമ്മൾ ചിന്തിക്കണം. കൂടുതലായിട്ട് അത്ഭുതം അവർ കണ്ടു. ഒരു കുരുടന്റെ കണ്ണ് തുറന്നത് ആ കാര്യത്തോടുള്ള ബന്ധത്തിലാണ്. കർത്താവ് പല കാര്യങ്ങളും ഇവിടെ നടത്തി. എന്നാൽ വിശേഷാൽ കർത്താവിന്റെ വചനത്തിനോടുള്ള ബന്ധത്തിൽ വചനം കർത്താവ് നമുക്ക് മുകളിലോട്ടുള്ള ഒത്തിരി വാക്യങ്ങൾ നമുക്കറിയാം. കർത്താവ് തന്നെ കുറിച്ച് പറയുന്നതൊക്കെ അറിയാം. അപ്പൊ പറഞ്ഞിട്ടാണ് അവിടെ വായിക്കുന്നത്. നമുക്കറിയാം 29-30 വായിക്കുമ്പോൾ, എന്നെ അയച്ചവൻ എന്നോട് കൊണ്ട് ഞാൻ എല്ലായ്പ്പോഴും പ്രസാദങ്ങൾ ചെയ്തുകൊണ്ട് അവൻ ഏകനായി എന്നെ വിട്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ സംസാരിച്ച് അതിന് ശേഷമാണ് കുരുടന്റെ കാര്യം പറയുന്നത്. അപ്പം അവിടെ വായിക്കുന്ന 31-ാം വാക്യത്തിൽ വായിക്കുന്നത്, തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു എന്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എന്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരായി സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. അപ്പം ശരിക്കുള്ള സ്വതന്ത്രന്മാരാകണമെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചു, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുക. ഈ നിലനിൽക്കുക എന്നുള്ള പദം നമുക്കറിയുന്നത് ഒരിടത്തല്ല, പലയിടത്ത് പറയുന്ന ഒരു വാക്യമാണ്. അതിനകത്ത് ഇംഗ്ലീഷിൽ കൊടുത്തേക്കുന്നത് അബൈഡ് എന്നുള്ള പദമാണ്. നിങ്ങൾ എൻ്റെ വചനത്തിൽ വസിക്കുന്നെങ്കിൽ എന്നുള്ളൊരു തരത്തിനകത്ത് അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നെങ്കിൽ, വചനത്തിൽ വസിക്കുന്നെങ്കിൽ. നമുക്കറിയാം, കർത്താവ് 12-ാം അധ്യായം വരുമ്പോഴും എൻ്റെ വചനം നിങ്ങളിലും നിങ്ങൾ എന്നിലും വസിച്ചാൽ നിങ്ങൾ വളരെ ഫലം കായ്ക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പം ഈ വസിക്കുക എന്നുള്ളൊരു പദം വളരെ പ്രാധാന്യമാണ്. നമ്മൾ അങ്ങനെ വസിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ കേട്ട ബാധി കേൾക്കാത്ത ബാധി എന്നുള്ളതാണ് നമ്മുടെ രീതി. കാരണം നമുക്ക് നമ്മുടെ കാര്യം നടക്കണം.
അതിന് നമ്മൾ അതുകൊണ്ട് കർത്താവ് എന്താ പറയുന്നത് എന്നുള്ളത് കേൾക്കേണ്ടതിന് നമുക്ക് വലിയ പ്രാധാന്യമില്ല. അത് ഞാൻ ജനറൽ സെൻസിനകത്ത് നമ്മളൊക്കെ അങ്ങനെയാണ്. നമുക്കറിയാം ഈ യോഹന്നാന്റെ സുവിശേഷത്തിനകത്ത് അധികം അത്ഭുതങ്ങളുടെ കാര്യം വിവരിക്കുന്നില്ല. കുറച്ച് വിവരങ്ങൾ, വളരെ ചുരുക്കം ചില അത്ഭുതങ്ങൾ മാത്രമേ നടന്നുള്ളൂ. അന്ന് ആ അത്ഭുതങ്ങൾ പോലും അവിടെ നമ്മൾ ഈ അത്ഭുതം കണ്ട് നമ്മൾ അത്ഭുതപ്പെടാൻ വേണ്ടി എഴുതിയതല്ല. നമ്മുടെ ഈ ഓരോരോ അത്ഭുതത്തിലും കൂടെ ദൈവം എന്തോ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അത് ഗ്രഹിക്കാനാണ് ഈ അത്ഭുതങ്ങളെ യോഹന്നാൻ എഴുതിയത്. അത് നമുക്ക് ഓരോരോ കാര്യത്തിൽ സ്പഷ്ടം. കാനാവിലെ കല്യാണം മുതൽ എഴുതിക്കുന്നത് അടയാളങ്ങളുടെ ആരംഭമായി തൻ്റെ ശിഷ്യന്മാർ തന്നെ വിശ്വസിക്കേണ്ടതിന് അത് ചെയ്തു എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോൾ ഇറ്റ് വാസ് എ സൈൻ. അത് എന്തോ ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് സ്പഷ്ടമാണ്. ഇവിടെ എഴുതിയൊക്കെ നമുക്ക് വായിക്കാൻ പറ്റും. അതിൻ്റെ താഴോട്ട് എഴുതിയിരിക്കുന്നത് നിങ്ങൾ എൻ്റെ വാസ്തവമായി നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ, അത് നിങ്ങൾ യഥാർത്ഥ ശിഷ്യന്മാരായി, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യന്മാരാകണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് യഥാർത്ഥത്തിൽ ശിഷ്യരാകാൻ പറ്റത്തില്ല. നമ്മളൊരു ക്രിസ്ത്യാനികൾ എന്നുള്ള പേര് കാണുമായിരിക്കാം, വിശ്വാസികൾ എന്നുള്ള പേര് കാണുമായിരിക്കാം, അന്യഭാഷയും കൂടെ പറയുന്നുണ്ട്, ബെന്തിക്കോസാരെന്ന് നാട്ടുകാർ വിളിച്ച് അങ്ങനെ പേരുണ്ടാകുമായിരിക്കാം. പക്ഷെ ഒരു ബെന്തിക്കോസാരനാകാൻ പറ്റും, ശിഷ്യനാകാൻ പറ്റത്തില്ല. ഏത് കാരണം യേശു കർത്താവ് വന്നത് ശിഷ്യന്മാരെ ആക്കാനാണ് വന്നത്. അവർക്ക് ബെന്തിക്കോസ് അനുഭവങ്ങൾ ഉണ്ടാകാം, അവർക്ക് ബ്രദറൻ അനുഭവങ്ങൾ ഉണ്ടാകാം, അവർക്ക് മർത്തോമക്കാരുടെ അനുഭവം ഉണ്ടാകാം, എന്തനുഭവങ്ങൾ ഉണ്ടായാലും അതൊക്കെ കൊള്ളാം. പക്ഷെ അതൊന്നും കൊണ്ട് ഒരുത്തൻ ശിഷ്യനാകാൻ കഴിയത്തില്ല. അവനൊരു വ്യക്തി അവൻ കർത്താവിൽ വിശ്വസിക്കുന്നവനായിരിക്കാം, പക്ഷെ അവൻ വാസ്തവമായി ശിഷ്യനാകണമെങ്കിൽ അവൻ ദൈവത്തിന്റെ വചനത്തിൽ നിലനിൽക്കണം എന്ന് കർത്താവ് പറയാണ്. എന്നിട്ട് 32-ാം വാക്യം, സത്യം അറിയും. അപ്പൊ വചനം നിലനിന്നാലുള്ള ലാഭം എന്താണ്? സത്യം നിങ്ങൾ അറിയും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, പെരിഫറലായിട്ട് അറിയല്ല, യഥാർത്ഥത്തിൽ അത് അറിയുകയും ആ സത്യം തന്നെ നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. സത്യത്തെ അറിയുമ്പോൾ ആ ദൈവിക അറിവ് അത് സത്യത്തിന്റെ അറിവായതുകൊണ്ട് ആ സത്യം നമ്മൾ എന്ത് ചെയ്യും? സ്വതന്ത്രരാക്കും എന്നവർ പറഞ്ഞു. അപ്പൊ ഇനി അവരുടെ തടസ്സം എന്തായിരുന്നു? ഇതിന് 33-ാം വാക്യം വായിച്ചു. അവർ അവനോട് ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതി, ആർക്കും ഒരു നാളും ദാസന്മാരായിരുന്നിട്ടില്ല. നിങ്ങൾ ഇത് യഹൂദന്മാരിത് പറയുമ്പോൾ അവർ ഓൾറെഡി റോമിന്റെ അധീനത കിടക്കുകയാണ്. പക്ഷേ നോക്കണം, നമ്മുടെ പാരമ്പര്യം, നമ്മുടെ എക്സ്പീരിയൻസ്, ഇതിനെയൊക്കെ ആരെങ്കിലും തൊട്ടാൽ നമുക്ക് ഭയങ്കര ദേഷ്യം വരും. നമ്മുടെ അനുഭവ പരിചയം, എനിക്കറിയാം, ഞാൻ ഇത്രയും വർഷമായിട്ട് വിശ്വാസത്തില, ഞങ്ങൾ കുടുംബമായിട്ട് ഞങ്ങൾ വിശ്വാസത്തില. ഒരിക്കൽ ഒരു ചെറുപ്പക്കാരൻ എന്നോട്, ഞാൻ അവനോട് സുവിശേഷമൊക്കെ പറഞ്ഞ് അവനോട് ഇങ്ങനെ പോയാൽ പോരാ, നീ മാനസാന്തരപ്പെടണം, നീ ദൈവത്തിൻ്റെ കൃപയിലേക്കൊക്കെ വരണം, നീ ഇങ്ങനെ നിൽക്കരുതെന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, പാസ് എത്ര വർഷമായി വിശ്വാസി വന്നിട്ട്? ഞാൻ 22 വർഷമായി വിശ്വാസി വന്നിട്ട്. എന്നോട് 10-25 വർഷം മുമ്പ് പറഞ്ഞ കാര്യമാണ്. ഞാൻ 22 വർഷമായിട്ട് അപ്പോൾ എന്താ, അവൻ ജനിച്ചപ്പം മുതൽ വിശ്വാസത്തിലാന്നാ പറയുന്നത്. കാരണം അവൻ 22 വയസ്സായി, അതാ അവൻ പറയുന്ന കാരണം. ഇന്ന് നമ്മുടെ പലപ്പോഴും അത് ഞാൻ പല ആൾക്കാർക്കും വിശ്വാസമെന്ന് പറയുമ്പോൾ അത് ഒരു ബുദ്ധിപരമായ അറിവായിട്ട് മാത്രമേ അതിനെ മനസ്സിലാക്കിയിട്ടുള്ളൂ, അല്ലെങ്കിൽ അത് ഹൃദയപരമായ രൂപാന്തരമായിട്ട് അതിനെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ഹൃദയപരമായ രൂപാന്തരത്തെയാണ് ശിഷ്യത്വം എന്ന് പറയുന്നത്. ആ വസ്തുതയാണ് നമ്മളിവിടെ കാണുന്നത്. ഞാൻ പെട്ടെന്ന് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കും. വായിച്ചാട്ടെ. അവിടെ വായിക്കുന്നത്, ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതികൾ, ഞങ്ങൾ ആർക്കും ഒരു നാളും ദാസന്മാരായിരുന്നിട്ടില്ല. പറഞ്ഞതല്ല. നമ്മൾ നോക്കിയേ, നമ്മുടെ കർത്താവ് ആ പറഞ്ഞത് അത് അവർക്ക് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട്, വിശ്വസിക്കുന്നവർക്കാണെന്ന് ആലോചിക്കണം നമ്മൾ. ഒരു വിശ്വാസത്തിനൊന്നും വിശ്വസിക്കാഞ്ഞിട്ടല്ല, വിശ്വസിച്ചിട്ടും അവർക്ക് ആ പറഞ്ഞത് സഹിച്ചില്ല. കാരണം എവിടെയോ അവർക്കത് കൊണ്ടു. അതാണ് ഇതിനകത്തെ കാര്യം. ആ പറഞ്ഞത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പ്രസംഗം എവിടെയോ ഒന്ന് കുത്തി, ഈ പ്രസംഗം ഒന്ന് എവിടെയോ കുത്തി, ഇത് പാസ്റ്റർ എന്നെ ഉദ്ദേശിച്ച് തന്നെയാ പറഞ്ഞതെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി. അത് പാസ്റ്റർ അങ്ങനെ തന്നെ ഉദ്ദേശിച്ച് തന്നെയാ പറഞ്ഞത്. നിങ്ങൾ വിചാരിക്കും പാസ്റ്റർമാർ ഉദ്ദേശിച്ചല്ല പറയുന്നത്, ഞങ്ങൾ ഉദ്ദേശിച്ച് തന്നെയാ പറയുന്നത്. പക്ഷെ നിങ്ങളെ വ്യക്തിപരമായി കുത്തിയതൊന്നുമല്ല, അത് ജനറലായിട്ട് പറഞ്ഞത് ആണെങ്കിലും അത് നിങ്ങൾക്കത് വ്യക്തിപരമായിട്ട് തോന്നുന്നതാണ്. കാരണം അതിന്റെ കാരണം അത് നിങ്ങളുടെ കുഴപ്പമല്ല, അത് ഞങ്ങളുടെയും കുഴപ്പമല്ല, നമ്മുടെ പാരമ്പര്യത്തിന്റെ കുഴപ്പമാണ്. ഇവിടെ എഴുതിയേക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, അവര് പറഞ്ഞു ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതികൾ അല്ലേ, ഞങ്ങൾ സുറിയാനി ക്രിസ്ത്യാനികളാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ചേരവർ ക്രിസ്ത്യാനികളാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ലാറ്റിൻ ക്രിസ്ത്യൻസ് ആണ്. നമുക്ക് പല പാരമ്പര്യങ്ങളാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. നോക്കി എന്ന് വായിച്ചാട്ടെ. നിങ്ങൾ സ്വതന്ത്രന്മാരാകും എന്ന് നീ പറയുന്നത് എങ്ങനെ എന്ന് ഉത്തരം പറഞ്ഞു.
അപ്പൊ ഞങ്ങൾ അബ്രഹാമിന് സന്തതികൾ, പിന്നെ അവിടുന്ന് എങ്ങനെയാ പറയും ഞങ്ങൾ സ്വതന്ത്രരാകുമെന്ന്? കാരണം ഇവിടെ വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വാതന്ത്ര്യം വേണ്ടേ? ഞങ്ങളെല്ലാം പിന്നെ സ്വതന്ത്രരല്ലേ, പിന്നെ എന്തിനാ പിന്നെ സ്വാതന്ത്ര്യം ആകുമെന്ന് പറയുന്നതിന് കാരണം ഞങ്ങൾ ആർക്കും അടിമകളല്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നതിന് കാരണം അബ്രഹാമിന്റെ മക്കളാണ് അവരെന്നുള്ള ഉറപ്പ് അവർക്കുണ്ട്. നമ്മൾ അറിയത്തില്ല, നമ്മളും ചിലപ്പോൾ ഇടയ്ക്ക് പറയത്തില്ലേ ഞങ്ങൾ ആരാ, നമ്മൾ വിശ്വാസികൾ അബ്രഹാമിന്റെ സന്താനങ്ങളാണ്, സന്തതികളാണെന്ന് നമ്മളും പ്രശംസിക്കാറില്ലേ? അത് തന്നെ അവർ പ്രശംസിച്ച, പക്ഷെ നമ്മൾ പ്രശംസിച്ചതും അവർ പ്രശംസിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അവർ പ്രശംസിച്ച കാര്യം ജഡപ്രകാരമുള്ള അബ്രഹാമിന്റെ സന്തതികളാണെന്നാണ് ഇവർ പറഞ്ഞത്. നമ്മൾ പറയുന്നതും പലപ്പോഴും നമ്മൾ ഈ യഹൂദന്മാർ പറഞ്ഞതുപോലെ തന്നെയാണ് പറയുന്നത്. എങ്ങനെയാണെന്ന് അറിയാമോ? നമ്മൾ പറയുന്നത് അബ്രഹാം വിശ്വസിച്ചു, ഞാനും എന്ത് ചെയ്യുന്നു, വിശ്വസിക്കുന്നു. പക്ഷെ ഞാൻ എന്താ വിശ്വസിക്കുന്നത്, ഞാൻ എന്തിനായിട്ടാണ് വിശ്വസിക്കുന്നത് എന്നുള്ളത് സ്വാതന്ത്ര്യത്തോടുള്ള ബന്ധത്തിന് വലിയ പ്രാധാന്യമാണ്. ഗലാത്യർക്കുള്ള ലേഖനത്തിനകത്ത് ഒരു വാക്യം ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും, ശരിക്കും ദൈവം അബ്രഹാമിന് കൊടുത്ത അനുഗ്രഹം എന്ന് പറയുന്നത് നീതീകരണമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒന്ന് നമുക്കൊന്ന് വായിക്കാൻ പറ്റും. ഞാനൊന്ന് സന്ദർഭവശാൽ പറയുന്നുള്ളൂ. ഈ രാത്രി നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് ഉപദേശം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ ഉറങ്ങുമെന്ന് എനിക്കറിയാം. എന്നാലും ഇത് പറയാതെ പോകാനും വയ്യല്ലോ, അതുകൊണ്ട് പറയുന്നത്. ഏതിന്റെ ഗലാത്യർക്ക് ലേഖനം അതിന്റെ 3-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നു എന്ന് തിരുവെഴുത്ത് മുൻ കണ്ടിട്ട് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് മുമ്പ് കൂട്ടി അറിയിച്ചു. അപ്പൊ ദൈവം ജാതികളായ നമ്മെ നീതീകരിക്കുന്നത് മുൻ കണ്ടിട്ടാണ് അബ്രഹാമിനോട് പറഞ്ഞത് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ നമ്മളോട് അനുഗ്രഹിക്കപ്പെടുമെന്ന് പറയാൻ കാരണം നമ്മളെ നീതീകരിക്കപ്പെടാൻ പോകുന്നു എന്ന് കണ്ടിട്ടാ. എന്ത് കണ്ടിട്ടാ? നീതീകരിക്കപ്പെടാൻ പോകുന്നു എന്ന് കണ്ടിട്ടാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പം നമ്മുടെ ഈ 14-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം അബ്രഹാമിന്റെ അനുഗ്രഹം എന്നല്ല എഴുതിയിരിക്കുന്നത്, അബ്രഹാമിന്റെ അനുഗ്രഹം. അപ്പൊ അവിടെ അനുഗ്രഹം എന്ന് പറയാൻ കാരണം നീതീകരണം എന്നുള്ള കാര്യത്തോടുള്ള ബന്ധത്തിലാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അബ്രഹാമിന്റെ അനുഗ്രഹം ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താ പ്രാപിക്കും. അത് ഇംഗ്ലീഷ് വായിച്ചാൽ കുറച്ചും കൂടെ ക്ലിയർ ആകും. അതായത് പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്ത വിഷയം പ്രാപിക്കാൻ അബ്രഹാമിന്റെ അനുഗ്രഹമായ നീതീകരണം നമ്മൾ പ്രാപിച്ചു എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ദൈവം നമ്മൾ നീതീകരിച്ചു എന്നുള്ളതാണ് ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹം. നമ്മൾ ഇത് ചിന്തിക്കാതെ തേരഹന്റെ വഴിയായിട്ട് അബ്രഹാമിന് കിട്ടിയതെല്ലാം അനുഗ്രഹമാണെന്നും ആഗാർ വഴിയായിട്ട് കിട്ടിയതെല്ലാം അനുഗ്രഹമാണെന്നും വിചാരിച്ച് ഇതെല്ലാം പോക്കറ്റിലിട്ട് അഭിമാനിച്ച് നടക്കുന്നവരാണ് നല്ല ശതമാനം വിശ്വാസികളും. നമുക്കറിയാമല്ലോ, നമ്മുടെ കൊച്ചിനൊരു പ്രൊമോഷൻ കിട്ടിയാൽ നമ്മൾ പറയും ദൈവം എൻ്റെ കുഞ്ഞിനെ അനുഗ്രഹിച്ചു എന്ന് നമ്മൾ പറയും. അനുഗ്രഹിച്ചു എന്ന് പറയുമ്പോൾ കുഞ്ഞിന് മനസ്സിലായി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് അനുഗ്രഹം എന്ന് കുഞ്ഞിന് മനസ്സിലായി. പിന്നെ കുഞ്ഞിന് ഈ ബൈബിളൊന്നും വായിച്ചില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല, കുഞ്ഞിന് പ്രാർത്ഥിച്ചില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം കുഞ്ഞിന് മനസ്സിലായി ഇതാണ് അനുഗ്രഹം എന്ന് മനസ്സിലായി. വെച്ചടി കയറുകയാണ് കുഞ്ഞ്. പക്ഷേ പിന്നെ കുഞ്ഞിനെ കൈ കിട്ടിയാലെന്ന് മാത്രം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദിസ് ഈസ് നോട്ട് ബ്ലെസ്സിങ്. അത് നമ്മൾ റിമൈൻഡ് ചെയ്ത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിനകത്ത് നമ്മൾ കൊടുക്കേണ്ട കാര്യം, കുഞ്ഞ് ദിസ് ഈസ് നോട്ട് ബ്ലെസ്സിങ് എന്ന് നമ്മൾ മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ്. ഇത് അറിയത്തില്ലെങ്കിൽ ചിൽഡ്രൻ വിൽ ബി ബൗണ്ട് ഇൻ അനദർ തിങ്സ്. നമ്മൾ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ നമ്മളും നമ്മുടെ കുഞ്ഞുങ്ങളും എല്ലാം ബന്ധിക്കപ്പെട്ട് കിടക്കും. നമ്മൾ എന്നിട്ട് എന്താ പറയുന്നറിയാം, നമ്മൾക്ക് ബന്ധനം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? സാമ്പത്തികമായിട്ട് ഒരു കാര്യം നടക്കുന്നില്ല, വീട് പണി അങ്ങോട്ട് തുടങ്ങിയിട്ട് അതുകൊണ്ട് അവസാനിക്കുന്നില്ല, എന്തോ ഒരു ബന്ധനം ഉണ്ടെന്നാ പറയുന്നത്. ഞങ്ങളുടെ വീട് പണി നടക്കാത്തവരും ഞങ്ങളുടെ വീട്ടിലുള്ളവരും അതാ പറയുന്നത്, എന്തോ ഒരു ബന്ധനം ഉണ്ടെന്നാ പറയുന്നത്. ഇത് വീട് പണിയും ബന്ധനവും തമ്മിൽ എന്തിരിക്കുന്നു? ബന്ധനം ഇരിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയത്തിനകത്താണ്. ഈ പണിയുന്നവന്റെ ഹൃദയത്തിനകത്തും പണിയിക്കുന്നവന്റെ ഹൃദയത്തിനകത്തും ഒക്കെ ഇരിക്കുന്ന ചില നൂലാമാലകളാണ് ഈ പ്രശ്നം ഉണ്ടാക്കി വെക്കുന്നത്. അത് എന്താണ് ഇതിനകത്ത് ബന്ധനം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈസയാണല്ലോ ഇതിൻ്റെ എല്ലാം തത്വം. വീട് പണി നടത്തുന്നവന്റെ പ്രശ്നം പൈസയാണ്, വീട് പണിക്ക് കൊടുത്ത കോൺട്രാക്ടറുടെയും പ്രശ്നം പൈസയാണ്, നടത്തുന്ന വീട്ടുകാരുടെയും പ്രശ്നം പൈസയാണ്. സംതിങ് we are bound with many things and we are not understanding what really happens. ഇതൊരു വലിയൊരു പ്രശ്നമാണ്.
ശരിക്കും അതാണ് യഹൂദന്മാർ പറയുന്നത്. എടാ, ഞങ്ങള് അബ്രഹാമിന്റെ സന്തതിയിൽ നീങ്ങി എന്ത് കാര്യം പറയുന്നേ? വി ആർ നോട്ട് അണ്ടർസ്റ്റാൻഡിങ്. അവരുടെ ശരിക്കും പ്രശ്നം അതിന്റെ അടിസ്ഥാന പ്രശ്നമാണ് കർത്താവ് പറയുന്നത്. നോക്കി അതിന്റെ അടുത്ത് തുറന്നുള്ള വാക്യം 34 വാക്യം. അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവൻ എല്ലാം പാപത്തിന്റെ ദാസനാകുന്നു. ദാസൻ ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിന്റെ ദാസനാകുന്നു. ശരിക്കും നമ്മൾ പുതിയ നിയമത്തിന്റെ വെട്ടത്തിൽ വരുമ്പോൾ നമ്മൾ ന്യായപ്രമാണത്തിലെ കൃപയ്ക്കത്ര അധീനരാകിയാൽ പാപം നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ എന്നാ പറയുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ പാപത്തിന്റെ ദാസ്യത്വത്തിൽ നിന്നാണ് ദൈവം നമ്മളെ വിടുവിച്ചത്. പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് നമ്മൾ വിടുവിച്ചത്. പാപത്തിന്റെ ശക്തിയിൽ നിന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവെങ്കിൽ സമ്പൂർണമായിട്ടുള്ള വിടുതൽ നമുക്ക് കിട്ടാൻ പോവുക. കാരണം നമ്മൾ മഹത്വമുള്ള ശരീരം, ആത്മീയ ശരീരം പ്രാപിക്കുന്നതോടെ നമുക്ക് വായിക്കുന്നത് നാച്ചുറലായിട്ടുള്ള പ്രകൃതിയിലുള്ള പ്രാകൃതമായത് വിതയ്ക്കപ്പെടുമ്പോൾ എന്ത് ചെയ്യും? ആത്മീയമായത് ഉയർക്കും. നമ്മൾ ആത്മീയ ശരീരം പ്രാപിക്കുന്നതോടെ പിന്നെ പാപത്തിന്റെ യാതൊരു ടെംപ്റ്റേഷന്റെ അങ്ങനെയുള്ള, അതായത് ജന്മപാപത്തിന്റെ ടെംപ്റ്റേഷൻ നമുക്ക് പിന്നെ ഉണ്ടാകത്തില്ല. നമുക്ക് അതിൻ്റെതായ യാതൊരു വൈകൃതങ്ങളും നമുക്ക് ഉണ്ടാകത്തില്ല. നമുക്ക് എന്ന് വെച്ചിട്ട് നമ്മൾ വിചാരിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കാര്യം ചിന്തിച്ചപ്പോഴാണ് എനിക്ക് വളരെ അത്ഭുതം തോന്നുന്നത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞോന്ന് അറിയത്തില്ല, നിങ്ങളോടാണ് പറഞ്ഞതെന്ന് അറിയത്തില്ല. സ്വർഗത്തിൽ പോയ പ്രശ്നമല്ല തീരുമെന്നാണ് വിചാരിച്ചത്. അങ്ങനെയായിരുന്നു ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞിടെ ഒരു വചന പഠനം നടത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ലൂസിഫർ വീണത് സ്വർഗത്തിൽ നിന്നാണല്ലോ എന്ന്. അത് ചിന്തിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് സ്വർഗത്തിൽ കൊണ്ടുപോയാൽ തീരുന്ന പ്രശ്നമല്ല നമ്മുടെ പ്രശ്നം. കാരണം ഈ പാർട്ടി ഇത്രയും മനോഹരമായ സൃഷ്ടി, ഇത്ര ജ്ഞാനമുള്ള വ്യക്തി, ഇത്ര സമ്പാദ്യമുള്ള വ്യക്തി, ഇതെല്ലാം ഉണ്ടായിട്ടും ഈ ഹൃദയം, ഈ പ്രൈഡ് എങ്ങനെ കയറി വന്നതെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് ഇതൊന്നും വലിയ വിഷയമല്ല. നമ്മളെ ആരെങ്കിലും ഒന്ന് പുകഴ്ത്തി പറഞ്ഞ് എന്തൊരു സന്തോഷമാണെന്നറിയോ. ഞാൻ ഈ മീറ്റിംഗ് കഴിയുമ്പോൾ നിങ്ങൾ പറയും, ബ്രദറിന്റെ പ്രസംഗം എന്നെ അങ്ങ് സ്പർശിച്ചു എന്ന് പറയുമ്പോൾ എനിക്കൊരു അടി പൊക്കം. നിങ്ങൾക്ക് ആ പ്രസംഗം കേട്ടതിൻ്റെ ഒരു സന്തോഷം. ഇതല്ലാതെ നമുക്കാർക്കും ഒരു വ്യത്യാസം ഉണ്ടാകണ്ടേ? ഇത് ഫുൾ ഡിസപ്റ്റീവിസം. ഇന്ന് നമ്മൾ വിചാരിക്കും നമ്മുടെ പല അഡ്ജസ്റ്റ്മെന്റുകൾ ഇതിനകത്ത് നടക്കുന്നില്ല. കാരണം ഞാൻ പറയാം, പ്രാർത്ഥന, ഞാൻ പറയാം, ഇപ്പൊ നമ്മൾ രാത്രി പ്രാർത്ഥിക്കുന്നത്, പ്രാർത്ഥന എല്ലാത്തിനും സബ്സ്റ്റിറ്റ്യൂട്ട് ഒന്നുമല്ല. എല്ലാത്തിനും സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല. മാനസാന്തരം തന്നെ വേണം. വിശ്വാസത്തിന് വിശ്വാസം തന്നെ വേണം. വചനത്തിൽ നിലനിൽക്കേണ്ടതിന് വചനത്തിൽ നിലനിൽക്കുക തന്നെ വേണം. ഉപവാസത്തിന് ഉപവാസം തന്നെ വേണം. പക്ഷേ എല്ലാത്തിനും ഈ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നമുക്ക് ഉപവാസമോ പ്രാർത്ഥനയോ ബൈബിൾ പഠനമോ ഒന്നും നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. കാരണം അതിന് ഏറ്റവും നല്ല തെളിവാണ് സാത്താൻ തന്നെ പറയുന്നത്. അതിന് മാത്രമല്ല, സാത്താൻ എന്താ ചെയ്തത്? അവൻ പാപം ചെയ്യിപ്പിച്ചപ്പോൾ എന്താ നമുക്ക് ഇട്ട മുതലെന്നറിയാവോ? വേദപുസ്തകം പറയുന്നത് നമ്മുടെ ഹൃദയം എല്ലാറ്റിനും കപടവും വിഷമവും ഉള്ളതായിട്ട് മാറി. ഇതാണ് നമുക്കുണ്ടായ വലിയൊരു മുതലെന്ന് പറയുന്നത്. ഇതിൽ നിന്നൊരു സ്വാതന്ത്ര്യം നമുക്ക് വേണം. ആ സ്വാതന്ത്ര്യമാണ് കർത്താവ് പറയുന്നത്. കർത്താവ് പറയുന്നത് അത് ദാസ്യത്വത്തിൽ ജീവിച്ചാൽ നടക്കത്തില്ല. അതിന് പുത്രന്മാരായിട്ട് മാറണം. അതിന് ദൈവത്തിന്റെ പുത്രനോടുള്ള ബന്ധത്തിൽ നിങ്ങൾ ദൈവമക്കളായി മാറണം. ആ ദൈവത്തിന്റെ പുത്രന് മാത്രമേ സ്വാതന്ത്ര്യം നിർത്താൻ പറ്റൂ. അതുകൊണ്ടാണ് അവർ പറയുന്നത്, കർത്താവ് പറയുന്നത് നിങ്ങൾ പിശാചിന്റെ മക്കളാന്ന് പറയുന്നത്. പിശാചിന്റെ മക്കളാന്ന് പറയുമ്പോൾ പിശാചിനൊന്നും ജനിച്ചിട്ടൊന്നുമല്ല. കാരണം പിശാച് ചെയ്യുന്ന പ്രവൃത്തിയും ചെയ്യുന്ന ചിന്തയുമാണ് നിങ്ങളുടെ ചിന്തകൾ. നിങ്ങളുടെ ചിന്തയിൽ സ്റ്റിൽ യു ആർ മർഡറേഴ്സ്. നിങ്ങൾ വിശ്വസിച്ചിട്ട് ഇപ്പോഴും നിങ്ങൾ ആരാ? നിങ്ങളുടെ ഒരു കൊലപാതകന്മാരാണ്. നിങ്ങൾ ഇപ്പോഴും ആ ബോഷ്കിലാണ് നിങ്ങൾ നിലനിൽക്കുന്നത്. നിങ്ങൾ ബോഷ്ക്ക് പറയുന്ന ഒരു അപ്പനുമാണ്. യു ആർ ലിവിങ് ഇൻ ലൈ. യാഥാർത്ഥ്യത്തിലേക്ക് നിങ്ങൾ വരുന്നില്ല എന്നുള്ളത് പറയാം. ഞാനിത് പറഞ്ഞത് ഒരു മുഖവര പോലെ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. കാരണം ദൈവം നമ്മളിത് ആഗ്രഹിക്കുന്നത് യഥാർത്ഥമായിട്ടുള്ളൊരു ഫ്രീഡത്തിലേക്ക് നമ്മൾ വരണം. ഞാൻ ഇന്നത്തെ ജസ്റ്റ് ഒരു ചിന്ത പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ പറഞ്ഞിട്ട് ഞാൻ നിർത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിനകത്ത് നമുക്ക് യഥാർത്ഥമായൊരു സ്വാതന്ത്ര്യം, പല കാര്യങ്ങളും നമ്മൾ യഥാർത്ഥത്തിൽ എന്താണ് ദൈവം മീൻ ചെയ്തേക്കുന്നതെന്ന് അറിയുമ്പോഴാണ് നമുക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് എൻ്റെ ഹൃദയത്തിൽ വന്ന ഒരു ചിന്ത നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസിന്റെ പ്രാർത്ഥനയുണ്ട്. അതുപോലെ തന്നെ അല്ലെങ്കിൽ പൗലോസിന്റെ പ്രാർത്ഥനയുണ്ട്. അതുപോലെ തന്നെ പൗലോസ് നമ്മളെ എങ്ങനെ നമ്മളെ പ്രാർത്ഥിക്കണമെന്ന് നമ്മളോട് പറയുന്ന ഭാഗമുണ്ട്.
അതുപോലെ തന്നെ പൗലോസിൻ്റെ നമ്മളോടുള്ള ആശംസയുണ്ട്, അല്ലെങ്കിൽ പൗലോസ് നമ്മളെ നമുക്ക് നമ്മൾ ഒരു ആശംസിച്ച് പറയുന്ന ചില ഭാഗങ്ങളുണ്ട്. അപ്പം ഇത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഫിലിപ്പർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം നമുക്ക് വളരെ സുപരിചിതമായൊരു വാക്യമാണ്. 19-ാം വാക്യം. എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. പൗലോസ്ലീഹ ഫിലിപ്പിയരോട് പറഞ്ഞൊരു കാര്യമാണ്, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ, ഇപ്പം അവരുടെ ബുദ്ധിമുട്ടുകൾ, അവരുടെ ആവശ്യങ്ങൾക്ക് മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തത്. നമ്മുടെ ദൈവവും പിതാവുമായവൻ എന്നേക്കും മഹത്വം. ആമേൻ. ഇത് തൻ്റെ ഒരു പ്രാർത്ഥനയല്ല, ഇത് തൻ്റെ ഒരു ഉറപ്പാണ്, അല്ലേ? നമ്മളവിടെ വായിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഉറപ്പാണ്. അദ്ദേഹം ഫിലിപ്പർക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചൊന്നുമില്ല, എൻ്റെ ദൈവമേ മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ പൂർണ്ണമായി തീർത്തു കൊടുക്കണമേ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു എന്ന് അവിടെ പറഞ്ഞില്ല. അദ്ദേഹം പറയുന്നത് തീർത്തു തരും. എന്താ ഉറപ്പിൻ്റെ കാരണം എന്താണ്? അത് നമുക്ക് മുകളിൽ അറിയാം. മുകളിൽ എഴുന്നേൽക്കുമ്പം പൗലോസിൻ്റെ വേലയിൽ, ശരിക്കുമുള്ള പൗലോസിൻ്റെ എന്താ പറഞ്ഞ റിയൽ പൗലോസിനെ എല്ലാ രീതിയിലും ഹെൽപ്പ് ചെയ്തിരുന്നത് ഫിലിപ്പിയ സഭയാണ്. അത് ഫിലിപ്പിയ സഭയെന്ന് മാത്രമല്ല, മക്കദോന്യ പ്രൊവിൻസിലുള്ള സഭകൾ മൊത്തത്തിൽ, അതിനകത്ത് തെസ്സലോനിക്ക സഭ ഉൾപ്പെടുന്നുണ്ട്. എന്നാൽ ബെരോവ, ഈ 3 സഭകളാണ് നമ്മൾ ബൈബിളിനകത്ത് മക്കദോന്യ പ്രൊവിൻസിനകത്ത് കാണുന്നത്. അതിനകത്ത് മെയിൻ ചർച്ച് എന്ന് പറയുന്നത് ഫിലിപ്പി ചർച്ചാണ്. ഫിലിപ്പി ചർച്ച് എന്നാണ് നമുക്കറിയാമല്ലോ. പൗലോസിൻ്റെ 2ാമത്തെ മിഷണറി യാത്ര തുടങ്ങുമ്പോൾ പൗലോസ് ആദ്യം ഒരു മക്കദോന്യക്കാരനായ ഒരു പുരുഷനെ കണ്ടിട്ടാണ് പൗലോസ് ഫിലിപ്പിക്ക് പോകുന്നത്. സത്യത്തിൽ പൗലോസിന് പോകാൻ ആഗ്രഹിച്ച ആസിയയിലാണ്, എഫെസോസിൽ പോകാനായിരുന്നു പൗലോസ് ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ അത് തൻ്റെ 3ാം മിഷണറി യാത്രയിലാണ് താൻ എഫെസോസിൽ ചെല്ലുന്നത്. അത് പെട്ടെന്ന് തന്നെ സംഭവിച്ചു, വലിയ താമസമൊന്നും എടുത്തില്ല. പക്ഷേ തന്നെ ദൈവം വിട്ടത് മാസിഡോണിയയിലേക്ക് ആദ്യം. നമ്മൾ ചിലപ്പം വിചാരിക്കത്തില്ല, നമുക്ക് പല ആഗ്രഹങ്ങളുണ്ട്, ദൈവം നമ്മളെ പറഞ്ഞിടത്തോട്ടല്ല വിടുന്നത്. എൻ്റെ ഒരു സ്നേഹിതനോട് ദൈവം ഒരു വെളിപ്പാട് കൊടുത്തു, വിദേശത്തൊരു രാജ്യത്ത് വരാൻ. അപ്പം മഞ്ഞുള്ള രാജ്യത്ത് വരുന്ന ഒരു പ്രവചനമോ വെളിപ്പാടോ കൊണ്ട് അത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമാണ്. എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ മഞ്ഞുള്ള ദേശത്ത് വരും. എന്നാൽ അദ്ദേഹത്തെ വിട്ടത് ഗൾഫിലാണ്. അപ്പം ഗൾഫിൽ വിട്ടപ്പോൾ പുള്ളിക്ക് ഭയങ്കര പ്രയാസമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൾഫിൽ വിടാനല്ല പുള്ളി ആഗ്രഹിച്ചു. അവസാനം മഞ്ഞുള്ള ദേശത്ത് വന്നിട്ട് ഇപ്പോൾ ആകപ്പാടെ കൈകാലും ഇട്ടടിക്കും. അപ്പം ഞാൻ പറഞ്ഞത്, കാരണം ഈ നമുക്കറിയാമല്ലോ, നമുക്ക് ഈ ഇങ്ങനെ ഇരിക്കുമ്പോൾ അക്കരെ പോകണമെന്നുള്ള നമ്മുടെ ആഗ്രഹം, ഇത് ഉദ്ദേശന്മാരുൾപ്പെടെ എല്ലാവരുടെയും ആഗ്രഹം ഇതാ. എന്നാൽ കർത്താവ് പറയാം, എന്നാൽ മോനെ അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരും ഇരിയേയില്ല. കാരണം ആ അക്കരെ നമ്മൾ ആരും ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിനകത്തെ കാര്യം. അപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പറഞ്ഞതിന് കാരണം പൗലോസിൻ്റെ ആഗ്രഹം എഫെസോസിൽ പോകണമെന്നാണ്. പൗലോസിന് പക്ഷെ നമ്മളെപ്പോലത്തെ ഒരു ആഗ്രഹമല്ലായിരുന്നു. പൗലോസിന് അറിയാം ആസിയയുടെ കേന്ദ്രം എന്ന് പറഞ്ഞാൽ എഫെസോസാണ്. എഫെസോസ് എന്ന് പറഞ്ഞാൽ അന്നത്തെ ലോകത്തിൻ്റെ തന്നെ ഒരു സിറ്റിയാണ്, മെയിൻ സിറ്റിയാണ്. നമ്മൾ ന്യൂയോർക്ക് സിറ്റി പോലെ തന്നെ അന്ന് ഇറ്റലി കഴിഞ്ഞാൽ പിന്നെ വാഷിങ്ടൺ DC കഴിഞ്ഞാൽ പിന്നെ ന്യൂയോർക്കാന്ന് പറഞ്ഞതുപോലെ ഒരു പ്രധാന പട്ടണമാണ് എഫെസോസ് എന്ന് പറയുന്നത്. നമുക്കറിയാം പൗലോസ് അവിടെ ഏറ്റവും കൂടുതൽ വർഷം അവിടെ താമസിച്ചതും അവിടെയാണ്. പക്ഷെ അവിടെ പൗലോസ് ആഗ്രഹിച്ചെങ്കിലും ആസിയയിൽ പോകരുതെന്ന് പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ അവനെ വിലക്കി, അവന് പോകാൻ കഴിഞ്ഞില്ല. അതിനെന്തിനാണെന്നുള്ളത് പിന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഫിലിപ്പിയയിലെ വിശ്വാസികളുമായിട്ട് പൗലോട്ട് കമ്പാനിയൻഷിപ്പ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തുകൊണ്ട് ദൈവം വിലക്കി? കാരണം ഈ ദരിദ്രമായ സഭയായിരുന്നു പിന്നെ പൗലോസിനെ മുഴുവനും തൻ്റെ മിഷണറി യാത്രയിൽ തന്നെ സഹായിച്ചിരുന്നത്. എന്നാൽ ഈ എഫെസോസ് സഭ തന്നെ സഹായിച്ചൊന്നുമില്ല. താൻ വലിയ വലിയ തിയോളജി പ്രസംഗിച്ച സഭയാണ് എഫെസോസ് സഭ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സഭകളിൽ ഏറ്റവും ഡോക്ട്രിനലി ഭയങ്കര സൗണ്ടായിരുന്ന ജാതീയ സഭ എന്ന് പറയുന്നത് എഫെസോസ് സഭയായിരുന്നു. നമുക്കറിയാം അതിലെഴുതിയ ലേഖനവും എന്തിന് കള്ളയപ്പോസ്തലന്മാരെ അവരെ വിവേചിക്കുന്നതിനെ കുറിച്ച് പൗലോസ് യോഹന്നാൻ ഇതിനകത്ത് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. കള്ളയപ്പോസ്തലന്മാരെ വരെ അവരെ ഡിസേൺ ചെയ്യാൻ അത്രവണ്ണം ഡോക്ടറിൽ ഭയങ്കര സൗണ്ട് ചേർച്ച് ആയിരുന്നു അവർ. അതുകൊണ്ടാണ് എഫെസ്യർക്ക് ഇത് ലേഖനം പോലും നമ്മൾ ലേഖനങ്ങളുടെ രാജ്ഞി എന്നാണ് ദൈവാസന്മാർ അതിനെ വിളിക്കുന്നത്. കാരണം അത്ര സഭയെക്കുറിച്ചുള്ള പ്രൊഫൗണ്ട് ആയിട്ടുള്ള നോളജാണ്. പക്ഷെ പൗലോസിനെ അങ്ങോട്ട് വിട്ടില്ല. പൗലോസിന് വളരെ സാധാരണക്കാരായിരുന്ന, ദരിദ്രരായിരുന്ന,
അത് മനസ്സിലാകുന്നത് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം വായിക്കുമ്പോഴാണ്. അത് ഞാൻ ആ ഭാഗത്തോട്ട് ഞാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നതിന് കാരണം, എന്നാൽ പൗലോസിനെ കുറിച്ച് ഇത്രയും കൺസേൺഡ് ആയിട്ട് അവർ ചെയ്തു. അത് നമുക്കിത് ഇവിടെ വായിക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ വായിച്ചാട്ടെ, അതിൻ്റെ 15 മുതലുള്ള വാക്യങ്ങൾ, 14 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു. എങ്കിലും എന്റെ കഷ്ടതയിൽ നിങ്ങൾ കൂട്ടായ്മ കാണിച്ചത് നന്നായി. ഫിലിപ്പിയരെ, സുവിശേഷ ഘോഷണത്തിന്റെ ആരംഭത്തിൽ ഞാൻ മക്കതോനി നിന്ന് പുറപ്പെട്ടാറെ നിങ്ങൾ മാത്രമല്ലാതെ ഒരു സഭയും വരവ് ചിലവ് കാര്യത്തിൽ എന്നോട് കൂട്ടായ്മ കാണിച്ചില്ല എന്ന് നിങ്ങളും അറിയുന്നല്ലോ. അപ്പൊ ഈ വരവ് ചെലവ് കാര്യങ്ങൾ പൗലോസിനോട് ഒരു സഭയും പൗലോസിനോട് അവിടുന്ന് പുറപ്പെട്ട മുതൽ ഇവരായിരുന്നു അവർക്ക് കൂട്ടായ്മ എന്ത് ചെയ്തിരുന്നത്, കാണിച്ചത്. നമുക്കറിയാം ഈ ലെറ്ററിനകത്ത് അദ്ദേഹം അപ്പോസ്റ്റലനാണെന്നുള്ളൊരു വാക്ക് പോലും യൂസ് ചെയ്തിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഏത് വളരെ ഫ്രണ്ട്ലി ആയിരുന്നു അവര്, വളരെ ഒരു സ്നേഹത്തിൽ അടിസ്ഥാനമായ ഒരു കൂട്ടായ്മ ബന്ധം അവർ തമ്മിലുണ്ട്. അതും ആ ബന്ധം നമുക്ക് തുടർമാനമായിട്ട് കാണാം. ഈ ലേഖനം എഴുതാൻ തന്നെ ഒരു കാരണം എന്ന് പറയുന്നത്, അവിടെ വന്ന നമുക്കറിയാം ഇതിന്റെ 3-ാം അധ്യായത്തിനകത്ത് നമ്മൾ വായിക്കുമ്പോൾ നോക്കിയേ, അതിൻ്റെ 2-ാം അധ്യായത്തിനകത്ത് അതിന് 25 മുതലുള്ള വാക്യം വായിച്ചാട്ടെ. എന്നാൽ എന്റെ സഹോദരനും കൂട്ടുവേലക്കാരനും സഹപഠനം നിങ്ങളുടെ ദൂതനും എന്റെ ബുദ്ധിമുട്ടിനെ ശുശ്രൂഷിച്ചവനുമായ എപ്രഫോദിത്താസിനെ നിങ്ങളുടെ അടുക്കൽ അയക്കുന്നത് ആവശ്യം എന്ന് എനിക്ക് തോന്നി. അവൻ നിങ്ങളെ എല്ലാവരെയും കാണുവാൻ വാഞ്ചിച്ചും താൻ ദീനമായി കിടക്കുന്നു എന്ന് നിങ്ങൾ കേട്ടത് കൊണ്ട് വ്യസനിച്ചുമിരുന്നു. ഈ എപ്രാദിസ് ആരാണ്? ഇത് നിങ്ങളുടെ ദൂതനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവര് പൗലോസ് റോമിൽ കാരാഗൃഹത്തിൽ കിടക്കുമ്പം പൗലോസിന്റെ ക്ഷേമാന്വേഷണം നടത്താനായിട്ട് ഈ എപ്രാദിസിനെ വിട്ടു, അദ്ദേഹത്തെ അങ്ങോട്ട് വിടുക ചെയ്യുന്നത്. അദ്ദേഹം വന്നത് ഈ സാമ്പത്തികം കൊടുക്കാനും പൗലോസ് എങ്ങനെ ഇരിക്കുന്നു എന്ന് അറിയാനുമായിട്ട് ഇത്രയും കിലോമീറ്ററുകൾ, മൈലുകൾ യാത്ര ചെയ്ത് ഇപ്പം നിങ്ങളുടെ ആരുടെങ്കിലും ഒരു വിവരം അറിയാൻ, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ നാട്ടിൽ നിന്ന് വരുന്നത് പോലെ അന്നത്തെ കാലത്ത് അതും അത്രയും കഷ്ടപ്പെട്ട് അവർ വരുന്നത്. അങ്ങനെ വന്ന് അദ്ദേഹം അവിടെ വന്നിട്ട് എന്ത് ചെയ്തു? ആ താഴോട്ട് വായിച്ചോ. അവൻ നിങ്ങളെ എല്ലാവരെയും കാണുവാൻ വാഞ്ചിച്ചും താൻ ദീനമായി കിടക്കുന്നു എന്ന് നിങ്ങൾ കേട്ടത് കൊണ്ട് വ്യസനിച്ചുമിരുന്നു. തിരിച്ചങ്ങോട്ട് പോകാനായിട്ട് ആഗ്രഹിച്ചിരിക്കുക, തിരിച്ചു പോകാൻ കഴിഞ്ഞില്ല, ദീനമായിട്ട് കിടന്നു. നോക്കിയേ, അവൻ ദീനം പിടിച്ച് മരിപ്പാറായിരുന്നു സത്യം. എങ്കിലും ദൈവം അവനോട് കരുണ ചെയ്തു. അവനോട് മാത്രമല്ല, എനിക്ക് ദുഃഖത്തിന്മേൽ ദുഃഖം വരാതിരിപ്പാൻ എന്നോടും കരുണ ചെയ്തു. ഈ ഭാഗങ്ങളൊക്കെ ആ പൗലോസിന്റെ ഹൃദയത്തിൽ കൊണ്ടൊന്ന് വായിച്ചാലുണ്ടല്ലോ, എന്റെ ദൈവമേ, നമ്മുടെ ഹൃദയം നിറയും സ്നേഹം കൊണ്ട്. കാരണം അവർ തമ്മിലുള്ള ഊഷ്മളമായ ബന്ധം. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു, ഇവിടെ വന്ന ആള് ദീനം പിടിച്ചു, തിരിച്ചു പോകാൻ പറ്റുന്നില്ല. അവരെ തനിക്കാണെങ്കിൽ ഹോം സിക്നെസ് ആയി, ഒന്നും അവിടെ ചെല്ലണമെന്ന് ആഗ്രഹം. പൗലോസ് സങ്കടത്തിലായി, പുള്ളി മരിക്കുന്ന പരുവത്തിലായി. പൗലോസും വിചാരിച്ച ആള് ദൂരം വന്നാണ് വിചാരിച്ചത്. പക്ഷേ ദൈവം കരുണ കാണിച്ചു, പൗലോസിനോടും കരുണ കാണിച്ചു, അവനോടും കരുണ കാണിച്ചു. നമുക്ക് ഈ ദൈവത്തിന്റെ കരുണ എന്നുള്ള ഒരു വേർഡ് നമ്മൾ മറന്നുപോയാൽ ക്രിസ്ത്യൻ ലൈഫിനകത്ത് വർഷിപ്പ് പോലും നടക്കത്തില്ല. നമുക്കറിയാം, റോമർക്കെഴുതിയിലേക്ക് ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച സഹോദരന്മാരെ ഞാൻ പ്രബോധിപ്പിക്കും, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി. ഇറ്റ്സ് ഓൾ ഗോഡ്സ് മെർസി. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സ്നേഹിതൻ പാസ്റ്റർ 25 അടി താഴ്ചയുള്ള ഒരു കിണറിലോട്ട് വീണു. താഴോട്ട് ഹെഡ് ഡൗൺ ആയിട്ട് വീണു. വെള്ളം കുറച്ചേ ഉള്ളൂ ആ കിണർ. അദ്ദേഹം എന്നെ ഇന്നലെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഒന്നും പറ്റിയില്ല. എങ്ങനെ ഒന്നും പറ്റിയില്ല എന്ന് ഒരു പിടുത്തവും ഇല്ല. അതിനകത്തൊന്ന് വിളിക്കാൻ പറ്റും. എന്തായാലും ഫോൺ എങ്ങാണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേ തലയിൽ ഓർമ്മ വരുന്നു, ഫോൺ ഉണ്ടായിരുന്നല്ലോ, അത് വെള്ളത്തിനകത്ത് പോയേക്കുന്നു. അതിനകത്തൊന്ന് വിളിച്ച് ആൾക്കാർ വന്ന് വടവൊക്കെ കെട്ടി കയറി വന്നപ്പോൾ ഒരു എല്ല് പോലും ഒടിഞ്ഞിട്ടില്ല. ശരിക്കും തല ഇങ്ങോട്ട് വന്ന പാറയിലിടിച്ച് ചതറിപ്പോണ്ടതാണ്. ദൈവം നമ്മളോട് കാണിക്കുന്ന കരുണ എന്ന് പറഞ്ഞാൽ എത്ര കരുണയാ കാണിക്കും. എന്നോട് പറഞ്ഞ് ഇന്നലെ അടക്കം നടക്കുന്നത്. ഞാൻ ആകെപ്പാട് കേട്ടങ്ങ് വല്ലാതായിപ്പോയി. ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരാ. ഞാൻ പറഞ്ഞ ദൈവം നമ്മളോട് കാണിക്കുന്ന കരുണയ്ക്ക് ഒരു കണക്കുമില്ല. ഇങ്ങനെയൊക്കെ വീഴുമ്പോഴാണ് നമ്മൾ അറിയുന്ന കരുണ കാണിച്ചത്. നമ്മൾ അറിയാതെ എത്രയോ കരുണ നമ്മുടെ ജീവിതത്തിൽ ദൈവം കാണിക്കുന്നുണ്ട്. നോക്കി, ഞാൻ സന്ദർഭവശ പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് ഒന്ന് വായിച്ചാട്ടെ. കരുണ ചെയ്തു, ആകയാൽ നിങ്ങൾ അവനെ വീണ്ടും ഞാൻ പറഞ്ഞു വരുന്നതിന്റെ കാരണം അത്രമാത്രം ഒരു ഹൃദയപരമായ ബന്ധം ഈ ഫിലിപ്പിയരുമായിട്ടുണ്ട്. ഞാൻ ഇതിനു മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നത്. അവിടെയുള്ള 2 സഹോദരിമാരുടെ ഒരു പ്രശ്നവും കൂടിയാണ് ഈ ലേഖനം എഴുതാൻ കാരണം. അതിനുള്ള ബന്ധത്തിലെ ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ പൗലോസ് പറയുന്നു.
ആ നമുക്കറിയാവുന്ന 4-ാം അധ്യായത്തിലൂടെ സന്ദൂക്കിയ യുവതിയെയും കുറിച്ച് പറയുകയാണ്, അവർ ഏക മനസ്സുള്ളവരായിരിക്കും. ഇതെല്ലാം അവർ പൗലോസ് പറയും, കാരണം ദേവർ സോ ക്ലോസ്. അവരും പൗലോസ് പറയുന്ന എൻ്റെ കൂടെ അവർ ഒരു കർത്താവിൻ്റെ വേലയിലെ ഒരു പോരാളികളാണ് ആ സഹോദരിമാർ. 2 സഹോദരിമാർ തമ്മിലുള്ള പ്രശ്നം അതൊരു ആ സഭ മുഴുവനും തകരാൻ സാധ്യതയുണ്ട്. പൗലോസിന്റെ ഏറ്റവും വലിയ ഹൃദയപരമായ ബന്ധമുള്ളൊരു സഭ. ആ സഭയോട് പൗലോസ് പറയുമ്പം ഞാൻ പ്രാർത്ഥിച്ചോളാം, ഏത് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ദൈവം വഴി തുറക്കാൻ പ്രാർത്ഥിക്കാമെന്ന് പൗലോസ് പറഞ്ഞില്ല. ഞാൻ അത് പറയാൻ ഇത്രയും പറഞ്ഞു. നിങ്ങൾ ഇത്രയും കഷ്ടതയിൽ കൂടെ പോകുന്ന സഭയാണല്ലോ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സാമ്പത്തികമായിട്ട് വഴി തുറക്കാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞില്ല. അതിന് പകരം അദ്ദേഹം പറഞ്ഞത്, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണ് നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ പൂർണ്ണമായിട്ട് തീർത്തു തരുക. He was so certain about it. കാരണം ദാറ്റ് ഇസ് ഗോഡ്സ് ലോ. ദൈവത്തിൻ്റെ നിയമമാണ്. നാം വിതയ്ക്കുന്നത് കൊയ്യും. അപ്പം ഇതിനൊരു പ്രിൻസിപ്പിളുണ്ട്. ഈ പ്രിൻസിപ്പിൾ തിരിച്ചറിയാതെ നമ്മൾ കയ്യും കാലും ഇട്ടടിക്കരുത്. ദൈവത്തിനൊരു പ്രിൻസിപ്പിളുണ്ട്. ഞാൻ എപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ള ഗാഡ് ഇസ് ഗോഡ് ഓഫ് പ്രിൻസിപ്പിൾസ്. നമ്മൾ ആ പ്രിൻസിപ്പിളിലേക്ക് നമ്മൾ വരിക ചെയ്യേണ്ട, അല്ലാതെ നമ്മുടെ പ്രിൻസിപ്പിളിലേക്ക് ദൈവത്തെ കൊണ്ടുവരികയല്ല വേണ്ടത്. നോക്കി, ഇവിടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണുന്ന ഫിലിപ്പിയർക്കുണ്ടാകാവുന്ന ഈ ഇവര് തമ്മിലുള്ള പ്രശ്നത്തോടുള്ള ബന്ധത്തിലാണ് പൗലോസ് താഴോട്ട് വരുമ്പോൾ പറയുന്ന ഒരു കാര്യം. നോക്കി, അതൊന്ന് വേണമെങ്കിൽ വായിക്കാം. നമുക്ക് 4:2 മുതൽ ജസ്റ്റ് പെട്ടെന്നൊന്ന് വായിക്കും. കർത്താവിൽ ഏക ചിന്തയോടെ ഇരിപ്പാൻ ഞാൻ യുവോദിയെയും സുന്ദൂക്കയെയും പ്രബോധിപ്പിക്കുന്നു. സാക്ഷാൽ ഇണയാളിയായുള്ളവേ, അവർക്ക് തുണ നിൽക്കണം എന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. നിന്നോടും നമുക്കറിയാം, ചിന്ത കൂടുമ്പോഴാണ് വിചാരപ്പെടലുണ്ടാകുന്നത്. ഇപ്പൊ ഏക ചിന്ത ഉണ്ടാകാതിരിക്കുമ്പോൾ നമുക്ക് എന്ത് പറ്റുന്നത്? 2 ചിന്തയാകുമ്പോൾ 2 വ്യക്തികൾ തമ്മിൽ 2 ചിന്തയായാൽ ഈ ചിന്ത കൂടി 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 എന്ത് വരും? ആൻസൈറ്റി വരും. ചിന്തിക്കുന്ന തെറ്റല്ല. ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞ, നിങ്ങൾ എന്നോട് പറയാണ് പാസ്റ്റർ ഇന്നത്തെ മെസ്സേജ് കൊള്ളത്തില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കണം, തീർച്ചയായിട്ടും ചിന്തിക്കണം. എന്താ എൻ്റെ മെസ്സേജിനകത്ത് പറ്റിയത് ഞാൻ ചിന്തിക്കണം. എന്നാ സമയം ഞാൻ അതും ചിന്തിച്ചുകൊണ്ട് നടന്ന് ടെൻഷൻ അടിച്ച് നടക്കാൻ ദൈവം ആഗ്രഹിക്കുന്നത് അത് ചിന്തിച്ച് അതിൻ്റെ പ്രശ്നം എവിടെയാണെന്ന് മനസ്സിലാക്കി അടുത്ത പ്രാവശ്യം ഞാൻ എന്നെ തന്നെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് അതിനുള്ള ഗ്രേസ് പ്രാപിക്കുക എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. അല്ലാതെ അതിന് ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. നമുക്കറിയാം, നമുക്കൊരു പണത്തിൻ്റെ ആവശ്യം വരും. നമ്മൾ ചിന്തിക്കണ്ടേ? നമുക്കൊരു പെട്ടെന്നൊരു കാര്യം നമുക്ക് ചിന്ത വരും. പക്ഷെ അത് വിചാരപ്പെടലായാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടും. അതുകൊണ്ടാണ്, അത് മാത്രമല്ല, നമ്മുടെ സന്തോഷത്തെ കെടുത്തികളെ. കർത്താവിൽ നല്ല സന്തോഷത്തോടെ ഇരുന്ന സഹോദരൻ വേലയിൽ വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അതിനിടയിൽ ഒരാൾ പറഞ്ഞ വാക്കായിരിക്കാം, അല്ലെങ്കിൽ ഒരാളുടെ കയ്യിൽ ചിലപ്പോൾ ഇപ്പൊ പേഴ്സ് ഒരാളുടെ കയ്യിലായിരിക്കാം, എന്തെങ്കിലും ആയിരിക്കാം. സം സോർട്ട് ഓഫ് തോട്ട്സ് ഹാവ് മേഡ് ദം ഹാവിങ് 2 തോട്ട്സ്. ഒരു മനസ്സോടെ ഒരു ചിന്തയോടെ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ടെൻഷനകത്ത് കയറി, ആൻസൈറ്റി അകത്ത് കയറി. ഇങ്ങനെ ആൻസൈറ്റി കയറി കഴിഞ്ഞപ്പം അവിടെ നമുക്ക് മനസ്സിലായി അവർ അങ്ങനെയുള്ളവരോടുള്ള ബന്ധത്തിലാണ് പിന്നെ 4 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നത്. പെട്ടെന്ന് നമുക്ക് 4 വാക്യം, എന്നിട്ടാണ് പൗലോസ് 4 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നത്. പറയുന്നത് നോക്കിയേ. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പേൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. മൊത്തത്തിൽ ഫിലിപ്പിനോട് പറയാം, കർത്താവിൽ എപ്പോഴും സന്തോഷിച്ചോണം. അത് പോയാൽ എല്ലാം പോയി. പൈസ പോയാൽ സാരമില്ല, നമുക്ക് ആരോഗ്യം പോയാൽ കുഴപ്പമില്ല. കർത്താവിലുള്ള സന്തോഷം പോയാൽ എല്ലാം പോയി. അപ്പൊ കർത്താവിൽ എപ്പോഴും സന്തോഷിക്കണം. ഈ ജയിലിൽ കിടക്കുമ്പോൾ പൗലോസിനും അടുത്ത് പോകാതെ പിന്നെയും പറയാനുള്ളത് കർത്താവ് എന്ന് പറയുമ്പം എനിക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ നാഥനിലുള്ള സന്തോഷം. നാഥൻ തരുന്ന നന്മയിലുള്ള സന്തോഷമല്ല, നാഥനെ കുറിച്ചുള്ള പഠനത്തിലുള്ള സന്തോഷമല്ല, നാഥനിലുള്ള സന്തോഷമാണ്, വ്യക്തിയിലുള്ള സന്തോഷമാണ്. അത് കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് പറയാണ്. റിജോയ്സിങ് ഇൻ ദി ലോർഡ്. ഒരു ഭാര്യ തന്റെ ഭർത്താവിൽ സന്തോഷിക്കുന്നത് പോലെ, ഒരു മണവാളൻ തന്നെ മണവാട്ടിയിൽ സന്തോഷിക്കുന്നത് പോലെ യേശുവിൽ എൻ്റെ സന്തോഷമായിരിക്കണം. അതൊരു ദാറ്റ്സ് എ കമാൻഡ്മെന്റ്, ദാറ്റ് ഈസ് നോട്ട് എൻ ഓപ്ഷണൽ തിങ്. അതൊരു കൽപ്പനയാണത്. അത് ദൈവത്തിൽ നിന്നുള്ള, പൗലോസ് പറയാ, ദൈവത്തിൽ നിന്നുള്ള ഒരു കൽപ്പനയാണ്. അത് കർത്താവിനെ എപ്പോഴും സന്തോഷിപ്പേൻ. അതൊരു എക്സോർട്ടേഷനാണ്. ഓക്കെ, വായിച്ചിട്ട് പറയാണ്, അതൊരു പ്രബോധനമാണ്. എന്നിട്ട് വായിക്കുകയാണ്, താഴോട്ട് വായിച്ചാൽ, നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരെയും അറിയട്ടെ.
കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. നിങ്ങളുടെ സൗമ്യത, നമുക്കറിയാം. നമ്മുടെ സൗമ്യത എന്ന് പറയുമ്പോൾ പൗലോസ് നമുക്കറിയാം, കർത്താവ് പറഞ്ഞു മോശയെ പോലെ സൗമ്യനായ ഒരു മനുഷ്യൻ വേറെ ആരുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സൗമ്യത എന്ന് പറയുന്നത് ഒരു വിധത്തിൽ പറയും നമ്മൾ ഉദ്ദേശിക്കുന്ന മീക്ക്നെസ് അല്ല അവിടെ മീക്ക്നെസ് എന്ന് പറയുന്നത്. നമുക്ക് ഞാൻ ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നു ഷെയർ ചെയ്തിട്ടുണ്ട്. മോശ മാത്രം കോപമുള്ള വ്യക്തിയായിരുന്നു. മോശ ആ ദൈവത്തിൻ്റെ നിയമപ്പെട്ടകം പൊടിച്ചു കളഞ്ഞതും ഒക്കെ നമുക്കറിയാം. അതൊക്കെ ദൈവം ഇത്രയൊക്കെ ഉള്ള മോശയെ ദൈവം പറയാണ് വളരെ സൗമ്യനാണ്. അതിൻ്റെ കാരണം ദൈവത്തിലുള്ള തൻ്റെ ഉറപ്പിനൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ദൈവത്തിൽ താൻ വളരെ ഉറപ്പുള്ള, ശരിക്കും സൗമ്യത എന്ന് പറയുന്നത് അതിൻ്റെ ബൈ പ്രൊഡക്റ്റ്. നമ്മൾ ഈ പലപ്പോഴും നമ്മൾ സൗമ്യത കാണിക്കാത്ത വരുന്നത് ദൈവത്തിലുള്ള ഉറപ്പില്ലാത്തതുകൊണ്ടാണ്, അല്ലേ? നമ്മൾ പെട്ടെന്ന് അരിശം വരുന്നു. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ പൊതുവെ വീടുകളിനകത്ത് ടെൻഷൻ കൂടുതൽ അടിക്കുന്ന ആരാന്നറിയാമോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? ഭാര്യയാണോ ഭർത്താവാണോ? പറയാമോ? അല്ല, ടെൻഷൻ കാണിക്കുന്നത് അവരാ. കൂടുതൽ ടെൻഷൻ കാണിക്കുന്നത് അവരാ. അച്ചായന്മാര് ഭയങ്കര വിശ്വാസവും ഭയങ്കര സൗമ്യതയും ഭയങ്കര ശാന്തതയാ. പക്ഷെ ചിന്തിച്ചോണ്ട് നടക്കുന്ന ആരാന്നറിയാമോ? അച്ഛൻ അമ്മാമ്മ അന്വേഷിച്ച് ചിന്തിച്ചോണ്ട് നടക്കുന്നില്ല. ഈ പറയുമ്പോ പറഞ്ഞതേ ഉള്ളൂ. അത് കഴിയുമ്പോ അവരവരുടെ പണിയും നടത്തിക്കൊണ്ട് പോകും. ഇതും പുള്ളി ഇങ്ങനെ ചിന്തിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കും. പറയുന്നത് എന്നാന്നറിയാമോ? ദൈവം എല്ലാം നടത്തും എൻ്റെ കുഞ്ഞു, ഒരു കുഴപ്പവും ഇല്ലെന്നാണ്. ഇത് ഞാൻ മനസ്സിലാക്കിയ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് പറയുമ്പോൾ ഇതെല്ലാം പറഞ്ഞു വെച്ചാൽ അവരവരുടെ പണിക്ക് പോകും. പിന്നെ അവർക്ക് എന്താ അറിയണം ഇത് എവിടുന്ന് വരുന്നു, പൈസ എവിടുന്ന് വരുന്നു, ഇത് എങ്ങനെ പോകുന്നു, എങ്ങനെ നടക്കുന്നു, അവർക്കും എല്ലാം അറിയണം. അവർക്കൊന്നും അറിയേണ്ട കാര്യം. ഞാൻ പറഞ്ഞതിന്റെ പ്രാക്ടിക്കൽ വശമാണ് പറഞ്ഞത്, പ്രായോഗിക വശമാണ് എന്ന് പറഞ്ഞതുപോലെ ഇവിടുത്തെ ഒരു പ്രശ്നം ഈ ഫിലിപ്പിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം. ഉടനെ നമുക്കറിയാത്തില്ലേ, നമ്മൾ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നതൊക്കെ കണ്ടിട്ടില്ലേ? ഈ പൊട്ടിത്തെറിക്കുന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സൗമ്യനായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതിന് ഇടയ്ക്കാണ് പറയുന്നത് നമ്മൾ പെട്ടെന്ന് വരുമ്പോൾ നമുക്ക് കഞ്ഞിക്കുപ്പില്ല എന്നുള്ള വലിയ കാര്യമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. എനിക്ക് വേറെ ഒന്നുമില്ല, ഈ കഞ്ഞിക്കുരുപ്പുമില്ല. ഈ കഞ്ഞിക്കുപ്പല്ല അച്ഛൻ്റെ പ്രശ്നം. അച്ഛൻ്റെ പ്രശ്നം എന്നാന്നറിയാം, ഇതിങ്ങനെ അകത്ത് കിടന്ന് ഇങ്ങനെ കറങ്ങ. ഇത് ഭാര്യമാർക്ക് മാത്രമേ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നാളുകളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുത. ഞാനുള്ള കാര്യമൊക്കെ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതുകൊണ്ട് എന്ത് പറ്റും, നമ്മൾ മീക്കായിട്ടിരിക്കാൻ പറ്റത്തില്ല. അതാണ് അതിനകത്ത് പ്രശ്നം. അതാ ഞാൻ പറഞ്ഞത്, മോശ ചൂടായത് ന്യായമായ ചൂടാകലാണ്. പക്ഷെ അതിന്റെ അടിസ്ഥാനം ഈ ആൻസൈറ്റിയാണ്. പിന്നെ വായിച്ചാൽ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക എത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിൽ കാക്കും. നോക്കിയത് പ്രാർത്ഥനയോട് ഇത് അറിയിക്കണമെന്ന് പൗലോസ് പറയുമ്പോൾ പൗലോസ് പറയാണ്, ഞാൻ പ്രാർത്ഥിക്കാന്ന് പൗലോസ് പറഞ്ഞില്ല. സഹോദരിമാരെ, നിങ്ങളുടെയൊക്കെ വിചാരപ്പെടൽ മാറാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കാം. എൻ്റെ ദൈവമേ, ഒരു വഴി അങ്ങോട്ട് തുറന്നു കഴിഞ്ഞ് ഇവരുടെ പ്രശ്നമെല്ലാം മാറുമല്ലോ കർത്താവേ. ആ UK-യിലുള്ള സഹോദരങ്ങളെല്ലാം ബുദ്ധിമുട്ടുകൾ മാറാൻ ദൈവമേ വഴി തുറക്കണേ എന്ന് ഞാൻ ഈ കുരിശയത്തിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കാന്നല്ല ഈ പറഞ്ഞത്. പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ പോയ പിന്നെ ഇതിനെ നേരം ഉണ്ടാവുകയുള്ളൂ. അതിന് അങ്ങനെ പ്രാർത്ഥിക്കാൻ പൗലോസ് പറഞ്ഞില്ല, അല്ലെ? പൗലോസിന് ഇവരുടെ എല്ലാ ആവശ്യം നടത്തിക്കൊണ്ടൊക്കെ പ്രാർത്ഥിക്കാൻ പോയത്. നിങ്ങളൊന്ന് ആലോചിച്ച്, നിങ്ങൾ ഇന്നത്തെ രീതിക്കകത്ത് നിങ്ങളൊന്ന് ആലോചിച്ച്, പാസ്റ്ററെ എൻ്റെ കൊച്ചിൻ്റെ അഡ്മിഷന് വേണ്ടി പ്രാർത്ഥിക്കണേ, പാസ്റ്ററെ കർത്താവ് എൻ്റെ വേറൊരാൾ വിളിച്ച് പറയാം എൻ്റെ കുഞ്ഞിൻ്റെ അസുഖമാരം മാറി, പാസ്റ്റർമാർ ഇതിനെല്ലാം വേണ്ടി പ്രാർത്ഥിക്കും. ഇവര് പ്രാർത്ഥിക്കാൻ എടുത്താൽ പിന്നെ വേറെ ഒന്നിനും പ്രാർത്ഥിക്കാൻ അവസരം സമയം കിട്ടുന്നത്. ഇതൊന്നും ഇവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നത് എൻ്റെ വിനീതമായ അഭിപ്രായം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൗലോസ് അങ്ങനെ പ്രാർത്ഥിക്കാതെ ആരോടും ഗ്യാരണ്ടി പറഞ്ഞില്ല. കാരണം ദാറ്റ്സ് നോട്ട് ദ അൾട്ടിമേറ്റ് പർപ്പസ് ഫോർ വിച്ച് വി ആർ കോൾഡ്. നിങ്ങൾക്ക് അങ്ങനെ ടെൻഷൻ അടിക്കുന്നുണ്ടെങ്കിൽ, ടെൻഷൻ ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചു. എനിക്ക് തോന്നുന്നു ആ വ്യക്തി പേര് കിട്ടുന്നില്ല, അദ്ദേഹത്തിന്റെ തന്നെയാണെങ്കിൽ പ്രശ്നം വന്നപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പൗലോസ് പ്രാർത്ഥിച്ചു കാണും. പൗലോസ് കരുണ കാണിച്ചു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാൻ പറ്റും പൗലോസ് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷേ പൗലോസ് പറയുന്നത് ദൈവം എന്നോട് കരുണ കാണിച്ചു എന്നാ പറയുന്നത്, എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി എന്നല്ല പറയുന്നത്. നമ്മളാണെങ്കിൽ പറയത്തില്ല, എന്തോ പറയും? ഫിലിപ്പിനോട് പറയുമ്പം
നിങ്ങളല്ലേ എനിക്ക് സ്വോത്രാഴ്ച തന്നതല്ലേ, അപ്പൊ നിങ്ങളെ ഒന്ന് ആശ്വസിപ്പിക്കണമല്ലോ. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു, ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി. ഇതാ നമ്മളൊക്കെ പറയുന്നത്. പൗലോസ് അങ്ങനെ അല്ല അതിന് എഴുതിയത്. താൻ പ്രാർത്ഥിച്ചില്ല എന്നല്ല അതിന്റെ അർത്ഥം. തന്റെ തിങ്കിങ്, ഹൗ ഹി തോട്ട് അബൌട്ട് ഇറ്റ് ഈസ് വെരി ഡിഫറെന്റ്. നമുക്ക് ആൻസൈറ്റി വരും, ഇത് മരിച്ചു പോവോ, ചത്തു പോവോ, എന്തായി തീരും, എന്റെ ദൈവമേ. പ്രാർത്ഥിച്ചു കാണും, ദൈവം കരുണ കാണിച്ചു, ദൈവം പിടിപ്പിച്ചു. അതിനെ കുറിച്ചിട്ട് പൗലോസിന്റെ ശരിക്കുമുള്ള പ്രോബ്ലം അതല്ല. അങ്ങനെ വിചാരപ്പെടൽ വന്നാൽ എന്ത് ചെയ്യണം? ഒന്നിനെ കുറിച്ച് വിചാരപ്പെടുന്നത് എന്ത് ചെയ്യണം? വിചാരപ്പെടുന്നതിന് പകരം പ്രാർത്ഥനയാലും യാചനയാലും സ്തോത്രത്തോടെ അങ്ങോട്ട് അറിയുന്നത്. സ്തോത്രത്തോടെ അറിയിക്കണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ വിചാരം കൂടും, അല്ലേ? സ്തോത്രം ഇല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ വിചാരം കൂടും. അതുകൊണ്ട് സ്തോത്രം ഇവിടെ ആവശ്യമാണ്. കാരണം സ്തോത്രം പറയുമ്പോൾ നമ്മുടെ ഹൃദയം അങ്ങ് നിറയും. ദൈവം ഇതങ്ങ് തരും, ദൈവം ഇതങ്ങ് ചെയ്യും, ചെയ്തില്ലേലും കുഴപ്പം ഇല്ല എന്നെങ്കിലും നമ്മുടെ മനസ്സിൽ ചിന്ത വരും, അല്ലേ? നമുക്കൊരാൾ ഇപ്പൊ പ്രായമായിട്ട് ഒരാൾ ലോകം വിട്ടു പോകാനായിട്ട് കിടക്കുകയാണ്. അവിടെ ചെല്ലുമ്പോഴും ചിലർ പറയും, ഞാൻ വിടുതൽ സൗഖ്യം കിട്ടാൻ പ്രാർത്ഥിക്കും. ആ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുകയല്ലേ ചെയ്യുന്നത്. അദ്ദേഹം ഒന്ന് പൊക്കോട്ടെ എന്ന് വിചാരിക്കുകയല്ല. നമ്മൾ അന്നേരം പറയും, എന്ത് ചെയ്യും, ഞാൻ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാന്ന് പറയും. എന്താ കാര്യം എന്നറിയാവോ? വി ആർ നോട്ട് സീയിങ് ദ തിങ്സ് ഇൻ ആംഗിൾ ഓഫ് ദ ലോർഡ്. അങ്ങനെയല്ല പറയേണ്ടത് എന്നാ പറയാ, അപ്പച്ചാ കർത്താവ് ഒരു വിടുതൽ തരും, ഈ ദ്രവത്വത്തിൽ നിന്നൊരു വിടുതൽ തരും, ഈ സങ്കടത്തിൽ നിന്നൊരു വിടുതൽ തരും, കർത്താവ് വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യുമെന്നൊന്ന് പറഞ്ഞ് നോക്കി അപ്പച്ചന്റെ കണ്ണ് പ്രകാശിക്കും. പ്രത്യാശയുള്ള അപ്പച്ചനാണെങ്കിൽ കണ്ണ് പ്രകാശിക്കും. പ്രത്യാശ ഇല്ലാത്തവനാണെങ്കിൽ പറയും, പാസ്റ്റർ എൻ്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറയും. അങ്ങനെയാണ് പിന്നെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പോരാ. ഞാനിത് പറഞ്ഞതിന് കാരണം, അവർ ക്രിസ്ത്യൻ ലൈഫ് ഷുഡ് ബി സെന്റേർഡ് ഓൺ ഹോപ്പ്, ലവ് ആൻഡ് ഫെയ്ത്ത്. ഇത് സെന്റർ ചെയ്യാതിരുന്നാൽ വി മേ നോട്ട് പ്രേ പ്രോപ്പർലി. നോക്കി, ഇത് നമ്മളൊന്ന് വായിച്ചേ, അതിന്റെ ആ ഭാഗം നമ്മളൊന്ന് വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഇത് പൗലോസ് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞത്, പൗലോസ് പറയുന്ന പ്രാർത്ഥനയുടെ എക്സോർട്ടേഷനാണ് ഞാൻ പറഞ്ഞത്. പൗലോസ് അവർക്ക് വേണ്ടി പറയാണ്, നിങ്ങൾ ഒന്നിനെ കുറിച്ചും വിചാരിക്കും, എല്ലാറ്റിനും എന്ത് ചെയ്യണം? എന്ത് വിഷയം എന്താ ഒന്നല്ല, ഏത് കാര്യത്തിനും പ്രാർത്ഥനയാലും യാചനയാലും ദൈവത്തോട് അറിയിക്കുക, എത്ര വേണ്ട. എന്നാൽ ദൈവം എന്ത് ചെയ്യും? സകല ബുദ്ധിയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ എവിടെ സൂക്ഷിക്കും? നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെ സൂക്ഷിക്കും. ശരിക്കും നമ്മുടെ പണം കിട്ടാത്തതല്ല പ്രശ്നം, പണം കിട്ടാത്തതിനെ കുറിച്ചുള്ള വിചാരപ്പെടൽ എൻ്റെ ഹൃദയത്തെ മനസ്സിനെ മതിക്കുന്നതാണ് എൻ്റെ പ്രശ്നം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ അറിയിക്കുക അത്ര വേണ്ടത്, എന്നാൽ സകല ബുദ്ധിയെ കവിയുന്ന ദൈവ സമാധാനം. അപ്പൊ നമ്മുടെ പ്രാർത്ഥിക്കേണ്ടത്, നമ്മൾ ഫിലിപ്പിനോട് നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ ഇങ്ങനെ വഴക്കും ഉണ്ടാക്കി തല്ലും ഉണ്ടാക്കി ഇരുമനസ്സൊന്നും ഉണ്ടാകരുത്. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ ഒരു സന്തോഷത്തിൽ നിങ്ങൾ ജീവിക്കണം. അങ്ങനെ സന്തോഷത്തെ കെടുത്തി കളയുന്ന വിചാരപ്പെടൽ വരുമ്പോൾ, നിങ്ങളെ സൗമ്യന്മാരല്ലാതാക്കി മാറ്റുന്ന വിചാരപ്പെടലുകൾ വരുമ്പോൾ, നേരെ ചെന്ന് മുട്ടുമടക്കി ദൈവത്തോട് പറയണം, കർത്താവേ എൻ്റെ ഈ പ്രശ്നമുണ്ട്, എൻ്റെ കുഞ്ഞിന് ഇത്ര പഠിക്കാൻ കഴിയുന്നില്ല, എൻ്റെ ഇന്ന പ്രശ്നമുണ്ട് എന്ന് സ്തോത്രത്തോടെ അറിയിക്കണം. എന്നാൽ കർത്താവ് എനിക്ക് നല്ല ധൈര്യം, അങ്ങ് ഇതിനകത്തുനിന്നൊരു പരിഹാരം തരും, എൻ്റെ കുഞ്ഞിന് ബുദ്ധി അവിടുന്ന് തരും, അല്ലെങ്കിൽ കുഞ്ഞിനെ സൗഖ്യമാക്കും. ഇല്ലേലും കർത്താവ് എൻ്റെ കുഞ്ഞിനെ അവിടുന്ന് സൂക്ഷിക്കും, കുഞ്ഞിനെ അവിടുന്ന് ഉപയോഗിക്കും, അല്ലേ? ചിലപ്പോൾ ചില കുഞ്ഞുങ്ങൾക്ക് ബലഹീനത കാണും. ബലഹീനത കാണും. അപ്പൊ നമുക്ക് അവരുടെ ബലഹീനത മാറാൻ പ്രാർത്ഥിക്കാം. ഇനി ദൈവം ബലഹീനത മാറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? ആ ബലഹീന ദൈവകൃപ വ്യാപരിക്കാൻ പ്രാർത്ഥിച്ചാണ്. നമ്മൾ പേടിക്കൊന്നും വേണ്ട. ആ ബലഹീനത ദൈവകൃപ വ്യാപരിച്ചാലുണ്ടല്ലോ, ആ ബലഹീനത ദൈവം ഒരു പ്ലാറ്റ്ഫോം ആക്കി മാറ്റും. ഇന്ന് ദൈവം ഉപയോഗിക്കുന്ന ലോകത്തിലെ നല്ല ശതമാനം, ഇന്നും നല്ല ഏത് കാലത്തും ഉപയോഗിച്ച ശക്തന്മാര് പലരും ബലഹീനരായിരുന്നു. ചിലരെ ബലഹീനരാക്കി. പൗലോസിനെ പോലെയുള്ളവരൊക്കെ ബലഹീനരായി മാറി. വീക്കായിരുന്ന ഒരു പേഴ്സൺ ഒന്നും അല്ലായിരുന്നു, വളരെ സ്ട്രോങ് പേഴ്സണാലിറ്റി ആയിരുന്നു. പൗലോസിനെ ഉടച്ചു ദൈവം. പൗലോസ് പറയുന്ന ഒരു കാര്യം, എൻ്റെ ബലഹീനതയിൽ എൻ്റെ ശക്തി പ്രാർത്ഥിച്ചു, ദൈവം മാറ്റിക്കൊടുത്തില്ല. കാരണം ദൈവം പറഞ്ഞു, വേണ്ട, ഞാൻ കൃപ പകർന്നുള്ളത് എൻ്റെ പുറത്ത്. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ കാരണം, നമുക്ക് ഇത് നമ്മൾ തിരിച്ചറിയും. ഇതിനാണ് പൗലോസ് പ്രാർത്ഥിച്ചത്. അതാണ് ഞാൻ എൻ്റെ പ്രാർത്ഥന വായിച്ചിട്ട് ഞാൻ നിർത്താൻ പോവുക. നോക്കിയേ, അതിൻ്റെ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം, പൗലോസ് അവർക്ക് വേണ്ടി എന്ത് പ്രാർത്ഥിച്ചു, ഇതാണ് അങ്ങോട്ട് പ്രാർത്ഥിച്ചിട്ട് ഞാനത് നിർത്താം.
അതിൻ്റെ 9-ാം വാക്യം മുതൽ വായിച്ചാട്ടെ. നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് മേൽക്കുമേൽ പരിജ്ഞാനത്തിലും പിന്നെ സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് സകല വിവേകത്തിലും ഒന്ന് വർദ്ധിച്ചു വരണം. രണ്ട് രീതിയിൽ നിങ്ങളുടെ സ്നേഹം വർദ്ധിക്കും. ഇതാണ് പൗലോസിന്റെ പ്രാർത്ഥന. പൗലോസ് ലീഹ ഫിലിപ്പർക്ക് വേണ്ടി പൗലോസ് ഈ കാരാഗ്രഹത്തിൽ കിടന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, എൻ്റെ ദൈവമേ, മഹത്വത്തോടെ തന്നെ ധനത്തിനൊത്തോടെ അവരുടെ ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായി തീർന്നിടുന്നതില്ല. അവർക്ക് ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ ഇപ്പൊ അവരുടെ അടിസ്ഥാന പ്രശ്നം ഈ ഈ അവർക്ക് തമ്മിൽ അങ്ങോട്ട് ചേർന്ന് നിൽക്കാൻ പറ്റുന്നില്ല രണ്ട് സഹോദരിമാർ. ഇതുപോലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പൗലോസ് കാണുകയാണ്. ചിലരുടെ ആൻസൈറ്റീസ് പൗലോസ് കാണുന്നുണ്ട്. ചിലർക്ക് പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടാത്തതിൻ്റെ വിചാരപ്പെടലുകളുണ്ട്. ചിലർക്ക് കാര്യങ്ങളൊക്കെ ഉദ്ദേശിച്ച പോലെ നടക്കാത്തതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ചിലർക്ക് അയ്യോ നമ്മുടെ സഹോദരൻ അവിടെ എന്തായി തീർന്നു എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ പറയുകയാണ് പൗലോസ് പറയാണ്, ഇതിനെല്ലാം ഞാൻ കാണുന്നത് ഒരു പ്രാർത്ഥന വളരെ ആവശ്യമാണ് നിങ്ങൾക്ക്. എൻ്റെ പ്രാർത്ഥന നിങ്ങളെക്കുറിച്ച് ഇതാണ്. അത് ആദ്യമേ തന്നെ അദ്ദേഹം പറയുകയാണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന? നിങ്ങളുടെ സ്നേഹം എന്ത് ചെയ്യണം? വർദ്ധിക്കണം. നമ്മുടെ ശരിക്കുമുള്ള പ്രാർത്ഥനയുടെ ഉദ്ദേശം, നമുക്ക് വേണ്ടി സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമാണ്. പല പ്രാർത്ഥനയുണ്ട്. പൗലോസിന്റെ പല പ്രാർത്ഥനകളും നമുക്ക് എഫേസർക്ക് എഴുതിയ ലേഖനത്തിനകത്തൊക്കെ നമുക്ക് കാണാൻ പറ്റും. എന്നാൽ നമുക്ക് ഇവിടെ എഴുതിയേക്കുന്ന പൗലോസ് ഫിലിപ്പിനോടുള്ള ബന്ധത്തിൽ പറയുന്നത് ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രാർത്ഥന. നിങ്ങളുടെ സ്നേഹം വളരെ പ്രാക്ടിക്കൽ പ്രെയറാണ്. മറ്റേതൊക്കെ ഒരു കുറച്ചും കൂടെ ഡോക്ടറിനൽ പ്രേയേഴ്സ് ആണ്. അത് ഒരു ഉപദേശപരമായ പ്രാർത്ഥനയാണെങ്കിൽ ഇത് വളരെ പ്രായോഗിക പ്രാർത്ഥനയാണ്. ഈ പ്രായോഗിക പ്രാർത്ഥന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയാൽ അദ്ദേഹം പറയാണ്, നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് ആ പരിജ്ഞാനത്തിൽ വർദ്ധിക്കണം. പരിജ്ഞാനത്തിൽ വർദ്ധിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വർദ്ധിക്കണം, അല്ലാതെ ലോകപ്രകാരമുള്ള പരിജ്ഞാനമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വർദ്ധിക്കും. കുടുംബബന്ധത്തിൽ ഇത് തന്നെയാണ് അല്ലേ? ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭർത്താക്കന്മാർ അവരുടെ ഭാര്യമാരെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. ഭാര്യമാർ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്ന പോലെ ഭർത്താക്കന്മാർ കീഴ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഈ വാക്യം എൻ്റെ മനസ്സിൽ വന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ കർത്താവ് ഒന്ന് ചിന്ത ചെയ്തതാണ്, ഈ സഭ ഏതാണെന്നും സഭ എങ്ങനെയാണെന്നും ക്രിസ്തു എങ്ങനെയാണെന്നും ഭാര്യയും ഭർത്താവും അറിയുന്നില്ലെങ്കിൽ ഇവർക്ക് കീഴടങ്ങിയിരിക്കാനും പറ്റത്തില്ല, സ്നേഹിക്കാനും പറ്റത്തില്ല. എന്നിട്ട് വേണ്ട കീഴടങ്ങിയിരിക്കാൻ. ക്രിസ്തു ആരാണെന്ന് സഭ എങ്ങനെയാണെന്ന് അറിയുമ്പോഴേ അതിനനുസരിച്ച് കീഴടങ്ങാൻ പറ്റുള്ളൂ. ക്രിസ്തു എങ്ങനെയാണ് സഭയെ സ്നേഹിച്ചെന്ന് അറിയണേ, സഭ എന്താണെന്നും ക്രിസ്തു എന്താണെന്നും ഇത്. അതുകൊണ്ട് കർത്താവ് പൗലോസ് പറഞ്ഞു ഈ മർമ്മം ഇത് സഭയെ ഇത് ക്രിസ്തുവിനെയും സഭയെയും കുറിച്ച് അത്രേ പറഞ്ഞതെന്ന് പൗലോസ് അത് പറഞ്ഞിട്ട് പറയാ. ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് ഈസ് ദ കോർ ഓഫ് ക്രിസ്ത്യാനിറ്റി. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മുടെ സ്നേഹം എന്ന് പറയുക. നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ ദൈവത്തെക്കുറിച്ചുള്ള അല്ലേ, തന്റെ ഏകജാതന പുത്രൻ നൽകുവാൻ തക്കോണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. ഈ സ്നേഹത്തിലൊന്ന് വർദ്ധിക്കണമെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ, പിന്നെ സകല വിവേകത്തിൽ. നമുക്കറിയാമല്ലോ ഈ വിവേകമില്ലാത്ത സുന്ദരി എന്ന് നമ്മൾ വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവേകം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമാണ്. അതായത് അത് അണ്ടർസ്റ്റാൻഡിങ് ആണ്. അത് ദൈവിക ബോധം, ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ബോധം, അത് എല്ലാ കാര്യത്തിലുള്ള സകല വിധത്തിലുള്ള ഓൾ അണ്ടർസ്റ്റാൻഡിങ്. ഇതിൽ സ്നേഹം വർദ്ധിക്കണം. അതിൽ ഇതുവരെ സ്നേഹം വർദ്ധിച്ചിട്ടില്ല. നമുക്കിപ്പോൾ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞ് ഞങ്ങൾ ഇവിടെയുള്ള കൂട്ടായ്മ, ഞങ്ങളൊരു ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്നു എന്ന് നിങ്ങൾ ധരിക്കുക. അപ്പം ഞങ്ങൾക്ക് തമ്മിലൊരു സ്നേഹം, ഒരു ഓർഗനൈസേഷണൽ സ്നേഹം കൂടെ അതിൻ്റെ കൂട്ടിലുണ്ട്. ക്രിസ്തുവിനുള്ള സ്നേഹം മാത്രമല്ല, ഒരു ഓർഗനൈസേഷണൽ സ്നേഹം കൂടെ ഞങ്ങൾക്ക് തമ്മിൽ ഉണ്ട്. പക്ഷെ അത് പരിജ്ഞാനത്തിലും സകല വിവേകത്തിലുള്ള സ്നേഹമല്ല. അത് ഒരു എന്താ പറഞ്ഞ ഒരു തൊലിപ്പുറത്തുള്ള സ്നേഹം. ഏത്? ഞങ്ങളുടെ ആ ഓർഗനൈസേഷനിലായിട്ടുള്ള വ്യൂവിനകത്തുള്ള സ്നേഹം. അത് വേണ്ടെന്ന് വെച്ചാൽ വേണം, പക്ഷേ അതിനെ ബിയോണ്ടായിട്ട് പോകുന്ന കാര്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാ മേഖലകളിലും. ഇപ്പൊ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം ഭയങ്കര സ്നേഹം. നമുക്ക് ആ സ്നേഹം ആണെങ്കിൽ ബൈബിള് പറയുന്നുണ്ട് ശത്രുക്കളെ പോലും സ്നേഹിക്കണം എന്നാ പറഞ്ഞത്. ഏത്? ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹിക്കുന്നതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല, കാര്യം ഭാര്യ ഭർത്താവായതുകൊണ്ട് സ്നേഹിക്കും. പക്ഷെ ഒരു ശത്രുവിനെ സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ രൂപാന്തരം ആവശ്യമാണ്.
ഞാനൊന്ന് ആലോചിച്ചോളൂ, ഞാനിപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ ഒരു പ്രായമുള്ള ഒരു അപ്പച്ചനും അമ്മച്ചും നിങ്ങളുടെ സഭയിലുണ്ടെന്ന് വിചാരിച്ചു. അവരുടെ കുടുംബത്തിൽ നിന്ന് ആരും സഹായിക്കാനായിട്ട്, അവരുടെ തൊടുന്നതിനും പിടിക്കുന്നതിനെല്ലാം നിങ്ങളെ അങ്ങ് വിളിക്കുമെന്ന് വിചാരിച്ചു. ഏത് പല വട്ടം ഒരു വട്ടം വിളിച്ചു, നമ്മൾ സന്തോഷത്തോടെ പോകുന്നു. രണ്ടാമത്തെ വട്ടം വിളിച്ചു, സന്തോഷത്തോടെ പോകുന്നു. മൂന്നാമത്തെ വട്ടം വിളിച്ചു, സന്തോഷത്തോടെ പോകുന്നു. ഇതൊരു സ്ഥിരം പരിപാടിയാകട്ടെ, നമ്മളങ്ങ് മുഷിയും. അന്നേരം അറിയാം നമ്മുടെ സ്നേഹത്തിന്റെ ശരിക്കുമുള്ള പ്രശ്നം. നമുക്കറിയാമല്ലോ, അവരെ നമ്മൾ സഹായിച്ചേ പറ്റൂ, കാരണം അവർക്ക് സഹായിക്കാൻ വേറെ ആരും ഇല്ല. പക്ഷേ അത് നമുക്കൊരു ബാധ്യതയാകുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് വരുന്ന കാര്യം, ഞാനെന്തിനും ഇവരെപ്പോഴും, അവർക്ക് പിള്ളേരില്ലേ അവിടെ, അവർക്ക് എന്നാ പണി? പെട്ടെന്ന് നമ്മുടെ ഉള്ളിൽ ധാർമ്മിക രോഷം അങ്ങ് കയറി വരും. നമ്മളിനി പറഞ്ഞില്ലേ പോലും നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്യും? ചിന്ത വരും. കുറച്ചൊക്കെ മുഖം അവരും വായിക്കും. കുറച്ച് കഴിയുമ്പോൾ അവരും അത് വായിക്കും. പിന്നെ അവരവരുടെ ബുദ്ധിമുട്ട് പറയാതെയാകും. നമ്മൾ വിചാരിക്കും ദൈവം അവർക്കൊരു വിടുതൽ കൊടുത്തെന്ന് നമ്മൾ അങ്ങ് ആശ്വസിക്കുകയും ചെയ്യും. ഞാൻ പറഞ്ഞ നമ്മുടെയൊക്കെ രീതി ഇങ്ങനെയാണ്. നമുക്കറിയാം, നമ്മളൊക്കെ ഫേസ് ചെയ്ത് വരുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ഈ പ്രശ്നം. നോക്കി, അതുകൊണ്ടാണ് പൗലോസ് ഫിലിപ്പിയരോട് പറയുന്നത്, നിങ്ങളുടെ സ്നേഹം ഇപ്പം ഈ സന്തൂക്കയുടെ യോധയുടെ മാത്രമല്ല, സഭയ്ക്ക് ഇപ്പൊ ഏറ്റവും ആവശ്യം എന്താണെന്നറിയാമോ? അവരുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിൽ സകല വിവേകത്തിൽ ഒന്ന് വർദ്ധിച്ച് വന്നിട്ട് എന്ത് ചെയ്യണം? വയസ്സായിട്ട് വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിപ്പാറാകണം എന്നും. ഭേദാഭേദങ്ങൾ വിവേചിപ്പാറാകണം എന്ന് വെച്ചാൽ ഏറ്റവും നല്ലത് ഏതാണെന്ന് അറിയാൻ വിവേചിപ്പാറാകണമെന്നാണ്. അതിന്റെ ഡിസേൺ ചെയ്യാനാകണം. സ്നേഹത്തിൽ വർദ്ധിച്ചാൽ മാത്രമേ ഏറ്റവും നല്ലത് എന്താണെന്ന് ഡിസേൺ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഹ്യൂമിലിറ്റി, റൈറ്റസ്നെസ്, ഹോളിനെസ്, ഇതൊക്കെ ശരിക്കും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്നേഹം വർദ്ധിച്ചു വന്നാലേ പറ്റത്തുള്ളൂ. അത് നമ്മൾ തെസ്സലോനിക്കർക്ക് ലേഖനം, ഇതൊന്നും പറയാൻ സമയം പോയതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. സ്നേഹം വർദ്ധിക്കുമ്പോൾ മാത്രമേ ശരിക്കും ഹോളിനെസ്സിൽ നടക്കാൻ പറ്റുള്ളൂ, ശരിക്കും റൈറ്റസ്നെസ്സിൽ നടക്കാൻ പറ്റുള്ളൂ, ശരിക്കും ആ ഹൃദയപരമായി സ്നേഹിക്കാൻ പറ്റുള്ളൂ. പൗത്രോസ് നിർവ്യാജ സഹോദര പ്രീതിക്കായി ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ പറയുന്നുണ്ട്. അപ്പൊ ഹൃദയപരമായ ശുദ്ധീകരണത്തിൽ വളരുന്ന സ്നേഹം, അങ്ങനെ സ്നേഹിക്കാൻ ഇവിടെ എഴുതിയേക്കുന്നത്. നോക്കി വായിച്ചാട്ടെ. സ്നേഹം മേൽക്കുമേൽ എന്നും ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായി. നിങ്ങൾ അങ്ങനെയാണ് ഈ സ്നേഹം വർദ്ധിച്ചു വന്നുള്ള ഗുണം എന്താ പറയുക? ഒന്ന്, നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഏതാണ്? രണ്ട്, കർത്താവ് വരുന്ന നാളിൽ ഈ ഫിലിപ്പിയയിലുള്ള വിശ്വാസികളുടെ അവർ നിർമ്മലരായിട്ട് തീരും. സ്നേഹം വർദ്ധിച്ചു വന്ന് ഇല്ലെങ്കിൽ നിർമ്മലത ഉണ്ടാകത്തില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ ഉണ്ടായ നിർമ്മലത ഇപ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടേക്കോ കുറച്ച് പെയിന്റ് ഒക്കെ പോയിട്ടുണ്ട്. അത് ഒരു വസ്തുതയാണ്. അത് വസ്തുതയ്ക്ക് കാരണം എന്താണെന്നറിയാമോ? ഈ വർദ്ധിക്കേണ്ടതുപോലെ സ്നേഹം വർദ്ധിച്ചില്ലതാണ്. ഇപ്പൊ ഫിലിപ്പിയർ ആദ്യം വന്ന അതിൽ നിന്നൊരു ചെറിയ പിഴവ് വന്നു തുടങ്ങിയത് പൗലോസ് കണ്ടിട്ടാ പറയുന്നത്. ഒരു രണ്ട് സഹോദരിമാരുടെ പ്രശ്നമേ തുടങ്ങിയുള്ളൂ, ഇതിപ്പം വലിയ ക്യാൻസർ ആകാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് കണ്ടിട്ട് പറയുകയാണ്, നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിൽ സകല വിവേകത്തിൽ വർദ്ധിച്ചു വന്നാൽ ഏറ്റവും നല്ലത് ഏതാണെന്നറിയാൻ പറ്റും. പിന്നെ പിന്നെ നിർമ്മലന്മാരെ, കർത്താവിന്റെ നാളിൽ നിർമ്മലന്മാർ, ഇടർച്ചയില്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീഴ്ചയ്ക്ക് ഒരു സാധ്യതയുമില്ലാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ രീതിയിനകത്ത് ഒരു സമ്പൂർണതയിലേക്ക് വളർന്നവരായി തീരും എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ പറയുന്നത്. നോക്കിയോ, ഇടർച്ചയില്ലാത്തവരും ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് യേശു ക്രിസ്തുവിനാൽ നീതിബലം നിറഞ്ഞവരുമായി തീരണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് എന്ത് ചെയ്യണം? നീതിബലം നിറഞ്ഞവരായിട്ട് തീരണം. ഇത് വളരെ പ്രാധാന്യം. നമുക്കറിയാമല്ലോ, ഞാൻ പെട്ടെന്ന് നിർത്താം. നമ്മളൊക്കെ നീതിഫലം എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ എന്ത് നീതിയാണ് അത് ഉദ്ദേശിച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് ആർക്കും എന്ത് തോന്നും? അത് പെട്ടെന്ന് പറഞ്ഞല്ലോ. നിർത്താം. നീതിഫലം എന്ന് പറയണം, എന്താ ഇത് ഉദ്ദേശിച്ചത്? സമയകാലത്തിന് ഞാനത് പറയാം. നോക്കി ഇവിടെ എഴുതിയേക്കുന്നത്,
നമുക്കറിയാം, നീതി എന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് ദാനമായിട്ട് തരുന്ന ഇംപ്യൂട്ടഡ് റൈറ്റസ്നെസ്. ഇത് നമ്മൾ പ്രവർത്തിച്ച് കിട്ടുന്നതല്ല. നമുക്ക് ആർക്കും പ്രവർത്തിക്കാൻ പറ്റത്തില്ല. നമ്മൾ പാപികളായിരുന്നപ്പോൾ ദൈവം തൻ്റെ പുത്രൻ്റെ മേൽ നമ്മുടെ പാപത്തെ ചുമത്തിയിട്ട് തൻ്റെ പുത്രൻ്റെ നീതി നമുക്ക് ദാനമായിട്ട് തരികയാണ്. നമ്മൾ നീതിമാന്മാരായിട്ട്. ഈ നീതിക്ക് ഒരു ഫലമുണ്ട്. നമ്മുടെ ആത്മാവിൻ്റെ ഫലം എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല പിടുത്തമാണ്. കാരണം പൗലോസ് അത് എഴുതിയിട്ടുണ്ട്. ഈ ആത്മാവിൻ്റെ ഫലവുമായിട്ട് ചേർന്ന് പോകുന്നതാണ് നീതി ഫലം എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കറിയാമല്ലോ, കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ നീതി പരീശന്മാരുടെ ശാസ്ത്രിമാരുടെ നീതിയെ കവിയുന്നില്ലേ. അതെങ്ങനെയാ കവിയുന്നത്? അതെങ്ങനെ കവിയാൻ പറ്റും? പരീശന്മാർ 10% കൊടുക്കുന്നു, ഞങ്ങൾ എന്നാൽ ഇനി മുതൽ 20% കൊടുക്കാം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു കുറച്ച് പേര് ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു വ്യക്തി ദശാംശത്തെക്കുറിച്ച് പ്രാർത്ഥിക്കുക, ദശാംശം കൊടുക്കാനായിട്ട് വിശ്വാസികൾക്ക് ഇതൊക്കെ ഉണ്ടാകണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. അപ്പം എൻ്റെ കുഞ്ഞടുത്ത് ഉണ്ടായിരുന്നു. ഞാൻ ഇത് ഓൺ ചെയ്ത് മൊബൈലിൽ കൂടെയാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പം അത് പ്രാർത്ഥിക്കുമ്പോൾ പുള്ളി പറയും, കർത്താവെ, കോൾഗേറ്റുകാരൻ ആദ്യം 10% കൊടുത്തു, പിന്നെ 20% കൊടുത്തു, പിന്നെ 30% കൊടുത്തു, അങ്ങനെ 90% കൊടുത്തോടെ കർത്താവെ നീ അദ്ദേഹത്തെ വളരെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചല്ലോ. അങ്ങനെ ഞങ്ങൾക്ക് ഹിന്ദിയിലാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പം ഇവളിങ്ങനെ എന്നെ നോക്കുക, ഇത് കോൾഗേറ്റും ഈ പ്രാർത്ഥന തമ്മിൽ എന്ത് ബന്ധവും നമ്മളിങ്ങനെ നോക്കുക. ഞാൻ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, അത് സാരമില്ല, ഇതുമായിട്ട് എന്താ ബന്ധമെന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ഇനി ഈ കവിയെന്ന് പറഞ്ഞാൽ എങ്ങനെ 10% കൊടുക്കുന്നത് 20%, 30% ഒക്കെ ആക്കുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞതിന് കാരണം, നമ്മൾ കാൽവരിയോടുള്ള ബന്ധത്തിലല്ലേ ഇതൊന്നും ചിന്തിക്കുന്നത്. നമ്മൾ ഇതൊന്നും ക്രൂശിനോടുള്ള ബന്ധത്തിലല്ല ചിന്തിക്കുന്നത്, ഉയർത്തെഴുന്നേറ്റവനാടുള്ള ബന്ധത്തിലല്ല ചിന്തിക്കുന്നത്. നമ്മൾ ഇതെല്ലാം ചിന്തിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്തൊക്കെയോ ചെയ്ത് ഇനിയിപ്പം എന്തായാലും നമുക്ക് പ്രസാദിപ്പിക്കാനൊന്നും പറ്റിയില്ല. അന്നോ നമ്മൾ പാപികളായിരുന്നു, നമ്മൾ ദുഷ്ടന്മാരായിരുന്നു, ദോഷികളായിരുന്നു. ഇപ്പം നമ്മൾ നല്ല പിള്ളേരായി. ഇനിയിപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ നല്ലതൊക്കെ ചെയ്തിട്ട് എങ്ങനെയെങ്കിലും കർത്താവിനെ പോക്കറ്റിൽ ഇടാമെന്നുള്ളതിൻ്റെ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞത്, ഈ ഒരു ഗവേഷണത്തെ ആണോ പൗലോസ് ഇവിടെ ഉദ്ദേശിച്ചത്? അതാണോ ഫിലിപ്പരോട് പറയുന്നത്? നോ. അവരോട് പറയുന്നത് നിങ്ങളുടെ ദാരിദ്ര്യം മാറുന്ന കാര്യം അല്ല ഈ പറഞ്ഞത്. പൗലോസ് അതിനുവേണ്ടി ദാരിദ്ര്യം മാറണമെന്ന് പൗലോസ് പ്രാർത്ഥിച്ചിട്ടുമില്ല, അങ്ങനെ പറഞ്ഞിട്ടുമില്ല. പൗലോസ് പറഞ്ഞത്, യു നീഡ് എ ഹാർട്ട് ഫെൽറ്റ് ചേഞ്ച്. ആ റൈറ്റസ്നെസ്സിനെ കുറിച്ചുള്ള ബോധ്യത്തിൽ നിന്ന് കൊടുക്കണം, അല്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു, ഞാൻ പാപിയായിരുന്നപ്പോൾ എന്നെ അവൻ സ്നേഹിച്ചു തന്നെ എനിക്ക് വേണ്ടി ഏൽപ്പിച്ചു. അതാ സ്നേഹം എന്ന് പറയും. ഞാൻ പാപിയായിരുന്നു. അതാണ് നമ്മുടെ സ്നേഹത്തിന്റെ മാനദണ്ഡം എന്ന് പറയും. യോഹന്നാനും അത് തന്നെയാ പറയുന്നത്. അപ്പൊ ആ കാര്യത്തെ, ആ സ്നേഹത്തെ തിരിച്ചറിഞ്ഞിട്ട് അതിനനുസരിച്ച് വേണം മറ്റുള്ളവരെ സ്നേഹിക്കാൻ. അങ്ങനെ വേണം മറ്റുള്ളവർക്ക് കൊടുക്കാൻ. അങ്ങനെ വേണം മറ്റുള്ളവരെ കൈക്കൊള്ളാൻ, അല്ലെ? അതിഥി സൽക്കാരമൊക്കെ അങ്ങനെ വേണം കൈക്കൊള്ളാൻ. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മുഷിഞ്ഞു പോകും. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തോന്നും, ഈ വെച്ചു വളമാനെ നേരമുള്ളൂ എനിക്ക്. നിങ്ങൾക്കൊന്നും അത്രയും പ്രശ്നമില്ല, നാട്ടിലുള്ള അമ്മച്ചിമാർക്ക് വലിയ പ്രശ്നമാണ്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ പ്രായമായിക്കൊണ്ടിരിക്കുകയല്ലേ. ഇറ്റ്സ് നോട്ട് ദാറ്റ് മച്ച് ഈസി തിങ്. ഇതിനൊക്കെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും? only by growing in love. പ്രപ്പോർഷനലി സ്നേഹത്തിൽ വളർന്നില്ലെങ്കിൽ ശരീരം ക്ഷീണിക്കുമ്പോൾ നമ്മൾ തളർന്നു പോകും. പ്രപ്പോർഷനലി നമ്മൾ സ്നേഹത്തിൽ നമ്മൾ വളർന്ന് നീതി ഫലം, അപ്പൊ തന്നെ ഈ റൈറ്റസ്നെസ്സിന്, യേശു തൻ്റെ രക്തത്താൽ എന്നെ നീതീകരിച്ചു, എനിക്കതിന് യാതൊരു റീസണും ഇല്ലായിരുന്നു എന്നെ നീതീകരിക്കാൻ. ഇത് നമ്മൾ ബാധിച്ചാൽ മത്തായിയുടെ സുവിശേഷം 5, 6, 7 ഒന്നും ബുദ്ധിമുട്ടല്ല. ഇല്ലെങ്കിൽ ഞാൻ പണ്ടൊരുത്തനോട് ചോദിച്ചു, എടാ സ്ത്രീയെ മോഹത്തോട് നോക്കുന്ന വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു എന്ന് ഞങ്ങളുടെ പുസ്തകത്തിൽ പറഞ്ഞു. എനിക്ക് വേറെ പണിയൊന്നും ഇല്ല. എടാ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന് എന്നോട് തിരിച്ചു ചോദിച്ചു. അങ്ങനെ മോഹത്തോടെ നോക്കാത്ത ഒരുത്തനെ നീ ഒന്ന് കാണിച്ചു തരാൻ പറഞ്ഞു. എനിക്ക് പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞൊരു കാരണം, ഞാൻ പറഞ്ഞൊരു കാര്യം, ഹൗ ടു ഓവർകം ദിസ്. നമുക്ക് നമ്മുടെ നീതി പ്രവൃത്തിയോട് നടക്കത്തില്ല. ഈ കാൽവരിയുടെ സ്നേഹമല്ലാതെ, ഈ ക്രൂശിലെ സ്നേഹമല്ല, ദൈവം തൻ്റെ പുത്രൻ മുഖാന്തരം നമുക്ക് തന്ന നീതിയുടെ ഫലം ഒന്ന് നിറഞ്ഞു വരാം. ഞാൻ ഈ ദിവസങ്ങളുടെ പ്രാർത്ഥനയുടെ ലക്ഷ്യം അതായിരിക്കണം. കർത്താവേ, ഞങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ
പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് ഞങ്ങൾ ശരിക്കും ബെസ്റ്റാതെന്ന് അറിയണം. അതല്ല ഇവിടുത്തെ പ്രധാനമായിട്ട് ഞാൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയാൻ ആഗ്രഹിക്കുന്നത്, ദൈവം നമ്മളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമ്മൾ നീതിഫലം നിറയണം. ശരിക്കും ഒരു റൈറ്റസ് വാക്കിലേക്ക് വരണം. നോട്ട് ഇൻ അവർ റൈറ്റസ്നെസ്. എൻ്റെ റൈറ്റസ്നെസ്സിന് വ്യത്യാസമുണ്ട്. നിങ്ങളുടെ റൈറ്റസ്നെസ് അല്ല എൻ്റെ റൈറ്റസ്നെസ്. പക്ഷെ എൻ്റെയോ നിങ്ങളുടെയോ റൈറ്റസ്നെസ് അല്ല ഇവിടുത്തെ വിഷയം. ദ റൈറ്റസ്നെസ് ദാറ്റ് ഗോഡ് ഇംപ്യൂട്ടഡ് ടു ത്രൂ ജീസസ് ക്രൈസ്റ്റ്, ദാറ്റ് മാറ്റേഴ്സ്. ആൻഡ് യുനോ ഈ അതിനകത്ത് അങ്ങനെ വർദ്ധിക്കണമെങ്കിൽ നമ്മുടെ സ്നേഹം വർദ്ധിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. ഞങ്ങളുടെ ആവശ്യം അതാണ്. ഞങ്ങൾക്കിപ്പം ഞങ്ങളുടെ ഉള്ളിൽ ഡോക്ടർമാർ, എഞ്ചിനീയർമാർ സഭയെ വർദ്ധിക്കുകയല്ല വേണ്ടത്. അത് വർദ്ധിച്ചോട്ടെ, വർദ്ധിക്കാതിരിക്കുന്നോട്ടെ. ലോർഡ്, വി നീഡ് ടു ഗ്രോ ഇൻ ലവ്. ഞങ്ങൾക്ക് നീതിഫലം നിറഞ്ഞേ പറ്റൂ. കർത്താവേ, ഞങ്ങൾ ഇങ്ങനെ പോയാൽ പറ്റത്തില്ല ലോർഡ്. ഇല്ലെങ്കിൽ ഞങ്ങളുടെ ഉള്ളിലും ഇതുപോലെയുള്ള രണ്ട് ചിന്തകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, പിണക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രപ്പോർഷനലി ഒന്ന് വളരാൻ ഞങ്ങളെ സഹായിക്കും എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാൻ കർത്താവ് സഹായിക്കുമാറാകട്ടെ. താങ്ക് യു.